ഒന്നോട് പറയാം. കർത്താവിൻ്റെ വേലയ്ക്ക് കർത്താവ് വിളിച്ചത് അന്നത്തെ സമൂഹത്തിലെ ശ്രേഷ്ഠരും പണ്ഡിതരും സമുന്നതരുമായ ആളുകളെ അല്ലായിരുന്നു. സമൂഹത്തിലെ ഏറ്റവും BPL റേഷൻ കാർഡുകാരായിരുന്നു ആദ്യകാല ശുശ്രൂഷകർ എല്ലാവരും. പത്രോസ് അതിൻ്റെ ഒന്നാമത്തെ ഉദാഹരണമാണ്. എന്നാൽ പിന്നത്തേതിലാണ് രാജാക്കന്മാരുടെ മുമ്പിൽ സുവിശേഷവുമായി നിൽക്കുവാൻ പൗലോസിനെ പോലെയുള്ള ആളുകളെയും ആവശ്യമുണ്ട് എന്ന് കർത്താവ് വെളിപ്പെടുത്തിക്കൊണ്ട് ഒരു റോയൽ ഫാമിലിയിൽ നിന്ന് ഉന്നത വിദ്യാഭ്യാസമുള്ള ശൗലിനെ പോലെയുള്ള ചുരുക്കം ചിലരെ വേർതിരിച്ചത്. അതുകൊണ്ട് തന്നെ ആ നിലയിലുള്ള VVIPs ആളുകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പൗലോസിന് വേഗത്തിൽ സാധിച്ചു. ആ ഒരു ലെവലിൽ സുവിശേഷം വ്യാപിക്കാൻ പൗലോസിനെ വിളിച്ച വിളി പ്രയോജനമായി തീർന്നു. ഞാൻ പറയാൻ വന്നത്, നിങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ ദൈവവചന ശുശ്രൂഷിപ്പാൻ എന്നെ യോഗ്യനാക്കി തീർത്ത കർത്താവിന് ഞാൻ സകല മഹത്വവും ബഹുമാനവും പുകഴ്ചയും അർപ്പിക്കുന്നു. ഞാനൊരു ആകണം എന്ന് ഏറ്റവും ആദ്യം ആഗ്രഹിച്ചത്, ഭൂമിയിൽ ആദ്യം ആഗ്രഹിച്ചത് എൻ്റെ അമ്മയാണ്. അമ്മയുടെ ഉദരത്തിൽ ഞാനായിരിക്കുമ്പോൾ അമ്മ അനുഭവിച്ച വലിയ കഷ്ടങ്ങളുടെ നടുവിൽ അമ്മ എന്നെ മണർകാട്ട് പള്ളിക്ക് അടിമയായിട്ട് സമർപ്പിച്ചു. മണർകാട്ട് പള്ളിയിലെ ഭക്തിയായിരുന്നു എൻ്റെ അമ്മ. എന്നാൽ പിന്നത്തേതിൽ അമ്മ ദൈവവചന സത്യങ്ങൾ ഗ്രഹിച്ചപ്പോൾ ദേവദാസന്മാരോട് ചോദിച്ചു എന്ന് ഞാൻ പറഞ്ഞു കേട്ടു, പള്ളിക്ക് അടിമ വെച്ച കൊച്ചിനെ ഇനി എന്ത് ചെയ്യണം? അപ്പോൾ ദേവദാസന്മാർ പറഞ്ഞു കൊടുത്തു, പള്ളിക്ക് അടിമ വെച്ചു എന്ന് പറഞ്ഞാൽ അന്നത്തെ അറിവ് വെച്ച് ചെയ്തതാണ്. ശരിക്കും അതിൻ്റെ അർത്ഥം ദൈവത്തിന് അടിമ വയ്ക്കുക എന്നാണ്. അതുകൊണ്ട് കർത്താവിൻ്റെ വേലയ്ക്ക് സമർപ്പിച്ചാൽ മതി. അതുകൊണ്ട് അമ്മ വരുന്ന എല്ലാ പാസ്റ്റർമാരെ കൊണ്ടും എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിപ്പിക്കുമായിരുന്നു. ഒടുവിൽ യോഗം തീർന്ന് കണ്ണടയ്ക്കാം എന്ന് പറയുമ്പോൾ ഞാൻ ഇറങ്ങിപ്പോകുമായിരുന്നു. കാരണം തലയെ കൈവെപ്പിക്കാതിരിക്കാൻ. അമ്മ പുറകെ വന്ന് പിടിച്ചു വലിച്ചു കൊണ്ടുവന്ന് ഗസ്റ്റായിട്ട് വരുന്ന പാസ്റ്റർമാരെ കൊണ്ട് തലയിൽ കൈവെപ്പിക്കുമായിരുന്നു. അതെല്ലാം ഇപ്പോൾ പ്രയോജനപ്പെട്ടു. ഒത്തിരി പേരുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ ഇടയായി. ഈ 2023 കഴിഞ്ഞപ്പോൾ ഞാൻ ചുമ്മാ ഒന്ന് കൃത്യമായിട്ടല്ലെങ്കിൽ ഒരു കണക്കെടുത്തു. ഇപ്പം ഇതുവരെ ഈ 6 മാസം കൊണ്ട് ഒരു 4000-ലധികം മനുഷ്യരുടെ തലയിൽ കൈവച്ചിട്ടുണ്ട്. ഗുജറാത്തിൽ മാത്രം ഒരു 2000 പേർക്ക് വേണ്ടിയെങ്കിലും കൈവച്ച് പ്രാർത്ഥിച്ചു. അതിനകത്ത് നമ്മുടെ ഭരണത്തിൻ്റെ സ്ഥിരകേന്ദ്രത്തിൽ അതിൻ്റെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നവരിൽ ഒരാൾ തൻ്റെ ഭാര്യയുമായി വന്ന് പ്രാർത്ഥിപ്പിക്കുകയുണ്ടായി. ദൈവത്തിൻ്റെ വഴികൾ എത്ര ശ്രേഷ്ഠം! ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടെ ആദ്യമായിട്ട് വരുവാൻ, വചന ശുശ്രൂഷയ്ക്ക് ആദ്യമായിട്ട് വരുവാൻ ദൈവമൊരുക്കിയ അവസരത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുകയും സഭയുടെ ഉത്തരവാദിത്തപ്പെട്ട എല്ലാവരോടും നന്ദി പറയുകയും ചെയ്യുന്നു. ഇവിടെ കർത്തൃദാസന്മാർ ഓർപ്പിച്ചതുപോലെ പ്രിയ തോമസ് അങ്കിളും മോളി ആൻറ്റിയും ആണ് ഞങ്ങളെ ഇങ്ങോട്ട് ഗൈഡ് ചെയ്തത്. കാരണം എനിക്ക് വഴി അത്ര നിശ്ചയമില്ലായിരുന്നു. ദൈവത്തിൻ്റെ പുണ്യനാമം മഹത്വപ്പെടട്ടെ. എല്ലാ ദൈവദാസന്മാർക്കും ഞാൻ വളരെ വിനയത്തോടുകൂടെ വന്ദനം പറഞ്ഞുകൊണ്ട് വചന ശുശ്രൂഷയ്ക്കായിട്ട് സമയം വേർതിരിക്കുന്നു. നമ്മുടെ കണ്ണുകളടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ദൈവമേ, എന്നോട് സംസാരിക്കണമേ എന്ന് ഓരോരുത്തരും
കർത്താവിനോട് പ്രാർത്ഥിച്ചാട്ടെ. ദൈവത്തിൻ്റെ വചനത്തിൽ ഒത്തിരി പ്രസംഗം ഉണ്ടെങ്കിലും ഇന്നത്തേക്കുള്ള ദൂത്, ഇന്നത്തേക്കുള്ള സന്ദേശം കർത്താവ് തന്നെ നമുക്ക് നൽകി തരേണ്ടതിന് വിനയത്തോടെ ദൈവമുഖത്തേക്ക് നോക്കി വാ തുറന്ന് സ്തോത്രം പറഞ്ഞ് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിൻ വചനം ധ്യാനിക്കുമ്പോൾ എൻ ഹൃദയം ആശ്വസിക്കും. നിൻ വചനം ധ്യാനിക്കുമ്പോൾ എൻ ഹൃദയം ആശ്വസിക്കും. കൂരിരുളിൽ താഴ്വരയിൽ ദീപമതാ നിൻ മൊഴികൾ. കൂരിരുളിൽ താഴ്വരയിൽ ദീപമതാ നിൻ മൊഴികൾ. കൂരിരുളിൽ താഴ്വരയിൽ ദീപമതാ നിൻ മൊഴികൾ. തിരുക്കരത്താൽ വഹിച്ചു എന്നെ തിരുഹിതം പോ നടത്തണമേ. തിരുക്കരത്താൽ വഹിച്ചു എന്നെ തിരുഹിതം പോ നടത്തണമേ. കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ അനുദിനം നീ പണിയണമേ. കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ അനുദിനം നീ പണിയണമേ. കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ അനുദിനം നീ പണിയണമേ. നല്ല കർത്താവേ, ഞങ്ങൾ പണിയപ്പെടേണ്ടതിനായി ഏൽപ്പിച്ചു തരുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ. നമുക്ക് സദൃശവാക്യങ്ങളുടെ പുസ്തകം 25-ാം അധ്യായം അതിൻ്റെ 26-ാമത്തെ വാക്യം വായിക്കാം. ദുഷ്ടന്റെ മുമ്പിൽ കുലുങ്ങിപ്പോയ നീതിമാൻ കലങ്ങിയ കിണറിനും മലിനമായ ഉറവിനും സമം. ആമേൻ. ഞാനൊരു മാസമായിട്ട് ഈ വാക്യം ധ്യാനിക്കാൻ ഇടയായി. ദൈവത്താൽ സംഭവിച്ചതാണ്. അങ്ങനെ ഒരു മാസത്തോളം ധ്യാനിച്ചപ്പോൾ ലഭിച്ച കുറച്ച് ചിന്തകൾ നിങ്ങളോട് പങ്കുവയ്ക്കാം. അതിലൂടെ ദൈവം നിങ്ങളോട് സംസാരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഒരു കിണറുണ്ട്, ഒരു ഉറവയുണ്ട്. അത് കലങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. എല്ലാ മനുഷ്യൻ്റെ ഉള്ളിലൊരു എനർജി റിവർ ഉണ്ട്. അത് പോസിറ്റീവായിട്ട് നിന്നാൽ മറ്റുള്ളവർക്ക് ജീവനുണ്ടാകും. എന്നാൽ അത് നെഗറ്റീവായാൽ മറ്റുള്ളവർ വേദനിക്കും.
എന്തുകൊണ്ട് നെഗറ്റീവ് ആകുന്നു? മാതൃഭൂമിയുടെ സ്ഥാപകൻ KP കേശവ മേനോൻ വീട്ടിൽ നിന്നിറങ്ങി ഓഫീസിലേക്ക് നടന്നാണ് പോകുന്നത്. ഒരു മോർണിംഗ് വാക്ക് ആവുമല്ലോ എന്നോർത്ത്. തൻ്റെ സെക്രട്ടറി കൂടെ ഉണ്ടാവും. അദ്ദേഹം വലിയ ഗവൺമെൻറ് ഒഫീഷ്യലായിട്ടൊക്കെ ഇരുന്ന ആളാണ്. വലിയ ആദർശമുള്ള മനുഷ്യനാണ്. അദ്ദേഹം യേശുവിനെ കുറിച്ചൊരു ബുക്ക് എഴുതി, യേശുദേവൻ. അത് വായിച്ചിട്ടില്ലെങ്കിൽ വായിക്കണം. ഇപ്പോൾ റീപ്രിൻ്റ് വന്നിട്ടുണ്ട്. കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഈ കോവിഡ് കാലത്ത് വായിച്ചതിൽ ഏറ്റവും പ്രഷ്യസ് ബുക്ക് അതാണെന്നാണ് അദ്ദേഹം പരസ്യമായിട്ടൊരു ഇൻ്റർവ്യൂവിൽ പറയുന്നത് കേട്ടത്. ഈ KP കേശവ മേനോൻ വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് പോകുമ്പോൾ ഒരു ചെറിയ മാടക്കട, പെട്ടിക്കടയുണ്ട്. അവിടെ നിന്നൊരു പത്രം മേടിക്കും. മാതൃഭൂമി പത്രം 2 രൂപ, അല്ലെ അന്നത്തെ വില എത്രയോ അത് കൊടുത്ത് മേടിക്കും. അദ്ദേഹം അടിക്കുന്ന പത്രത്തിൻ്റെ ഓഫീസിലോട്ട് അദ്ദേഹം പോണത്. മേടിച്ചിട്ട് ഈ കടക്കാരനോട് ചോദിക്കും, സുഖമാണോ? അപ്പൊ കടക്കാരൻ ഇതിങ്ങനെ നാളുകളായിട്ട് ആവർത്തിക്കുക. അപ്പം ഈ കൂടെ വരുന്ന സഹായി സെക്രട്ടറി ചോദിച്ചു, എന്തിനാ ചേട്ടാ ഇവനോട് ഈ സുഖമാണോ എന്ന് ചോദിക്കുന്നത്? ഇവനോട് എന്തിനാ ഈ പത്രം വാങ്ങുന്നേ? അപ്പോൾ KP പറഞ്ഞത്, അവൻ എന്തോ അസുഖമുണ്ട്, അത് എന്നെ കൊണ്ട് മാറ്റാൻ പറ്റുമോയെന്നറിയാനാണ് ഞാൻ ഈ 2 രൂപ അവന് കൊടുക്കുന്നത്. എന്നിട്ടൊരു മാറ്റവും ഇല്ലല്ലോ. അതിന് വേറെ മരുന്നൊന്നും എൻ്റെ കയ്യിലില്ല. എൻ്റെ കയ്യിലുള്ളത് ഇതാണ്. ഒരു ചിരിയെങ്കിലും അവന് കൊടുക്കാം, ഒരു 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 ലുക്കെങ്കിലും, ഒരു നല്ല നോട്ടമെങ്കിലും അവന് കൊടുക്കാം. അവൻ എവിടുന്നോ മുറിവേറ്റവനാണ്. എനിക്ക് ഒരുപാട് സമയമൊന്നുമില്ല അവന് വേണ്ടി കൊടുക്കാൻ. ഇത്രയുണ്ട്, അത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കും. നമ്മളിൽ നിന്നെല്ലാം ഒരു ഉറവ പുറത്തേക്ക് ഒഴുകുന്നുണ്ട്. അത് മലിനജലമാണോ, ഹെൽത്തി ഡ്രിങ്ക് ആണോ എന്ന് പരിശോധിക്കാൻ ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഇടയാകട്ടെ. ഇവിടെ നേരത്തെ എഴുതി വെച്ചിരുന്ന ഞാൻ കണ്ടു, സമൂഹത്തെ സ്വാധീനിക്കുന്ന തലമുറ, എന്തുവാ, ലോകത്തെ സ്വാധീനിക്കുന്ന ഒരു തലമുറ. അതെ, എങ്ങനെയാ സ്വാധീനിക്കുന്നത്? ഒരു നോട്ടം കൊണ്ട് ആളുകളെ സ്വാധീനിക്കാം. ഒരു ചിരി കൊണ്ട് ആളുകളെ സ്വാധീനിക്കാം. നമ്മുടെ എല്ലാം ഉള്ളിലൊരു നദിയുണ്ട്. നമ്മുടെ എല്ലാം ഉള്ളിലൊരു കിണറുണ്ട്, ഒരു ഉറവയുണ്ട്. അത് മലിനമാണോ? നമ്മളോട് അടുക്കുന്ന, നമ്മളോട് ഇടപെടുന്ന, നമ്മളോട് സംസാരിക്കുന്ന ആളുകൾക്ക് എന്ത് ലഭിക്കുന്നു? അവർക്കെന്താ ലഭിച്ചത്? ഞാൻ എന്തു പറഞ്ഞു എന്നുള്ളതല്ല, അവരെന്ത് കേട്ടു എന്നുള്ളതാണ് വിഷയം. ഞാൻ എന്ത് കൊടുത്തു എന്നുള്ളതല്ല, അവർക്ക് എന്ത് കിട്ടി എന്നുള്ളതാണ് വിഷയം. പ്രൈസ് ദി ലോർഡ്. നമ്മളോട് അടുക്കുന്ന, നമ്മളോട് മിണ്ടുന്ന, നമ്മളെ കാണുന്ന ആളുകൾക്ക് എന്തെങ്കിലും ഒന്ന് ലഭിക്കുന്നുണ്ട്. നമ്മൾ പച്ചക്കറി വാങ്ങുന്ന കടക്കാരനും മീൻ വാങ്ങുന്ന കടക്കാരനും യാത്ര ചെയ്യുന്ന വാഹനത്തിലെ ഉദ്യോഗസ്ഥന്മാർക്കും ഒക്കെ എന്തോ ഒന്ന് കിട്ടുന്നുണ്ട് നമ്മളിൽ നിന്ന്. അത് ജീവജലത്തിൻ്റെ ഉറവയാകണം എന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു.
വാക്യം നിങ്ങൾക്ക് ഓർമ്മ വന്ന് കാണും. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. ഉള്ളിൽ നിന്ന് ജീവനദി ഒഴുകുന്ന കുറച്ച് മനുഷ്യർ ഈ ഭൂമിയിലുണ്ട്. അവരുടെ പേരാണ് പെന്തക്കോസ്തുകാർ. കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്ത ഹല്ലേലൂയ. അത് സഭാ ഹാളിൽ വരുമ്പോൾ മാത്രമല്ല ഒഴുകുന്നത്. സഭാ ഹാളിൽ ഒഴുകുന്നുണ്ടല്ലോ, അത് ഒഴുകേണ്ടത് വീട്ടിലൊഴുകണം, അത് കിച്ചണിൽ ഒഴുകണം, അത് റോഡിലൂടെ ഒഴുകണം. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ഒരു സ്നേഹിതൻ, ഒരു പാസ്റ്ററുണ്ട്. പുള്ളി ബൈബിളിൽ കാറിൻ്റെ പുറകിലും ഫ്രണ്ടിലും വാക്കി എഴുതി വെക്കും. അന്ന് എനിക്ക് കാറില്ല. ഞാനിപ്പോൾ പറയുന്ന 25 കൊല്ലം മുമ്പത്തെ കാര്യം. അപ്പോൾ പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞു, കാറ് മേടിക്കുമ്പോൾ ആദ്യം തന്നെ വചനം എഴുതണം ഫ്രണ്ടിലും ബാക്കിലും. അത് കാറിനെ സൂക്ഷിക്കും, അതൊരു സീലാണ്. ഞാനെല്ലാം കേട്ട് മൂളി. ഞാൻ ഇദ്ദേഹത്തിൻ്റെ കാറിലാണ് മിക്കവാറും എങ്ങോട്ടേലൊക്കെ പോണേ. ഒരു ദിവസം പുള്ളി ഇങ്ങനെ പല കാര്യം ചെയ്യുന്നതിനിടയിൽ മുമ്പിൽ പോയ വണ്ടി ചവിട്ടിയത് കണ്ടില്ല. പുള്ളിയുടെ വണ്ടി ചെന്ന് അയാളുടെ പുറത്തേക്ക് കുത്തി. അപ്പം ഞാൻ തീരുമാനിച്ചിന്ന് ഈ എഴുതിയ വാക്യത്തിനും കൂടെ കിട്ടും. പെട്ടെന്ന് അയാൾ ഡോറ് തുറന്ന് ഇറങ്ങി വന്നപ്പോൾ നമ്മുടെ എൻ്റെ സ്നേഹിതൻ ഡ്രൈവിംഗ് സീറ്റായി ഇരുന്നുകൊണ്ട് പറയുക, എവിടെ നോക്കിയാടോ വണ്ടി ഓടിക്കുന്നത്? ഈ വാക്യവും നിങ്ങളുടെ ഈ വർത്തമാനവും കൂടെ ചേരുന്നില്ല കേട്ടോ. എൻ്റെ പുറകിൽ നിങ്ങൾ കൊണ്ട കുത്തിയേച്ച് ഞാൻ എവിടെ നോക്കിയാണ് ഓടിക്കുന്നത്? ഞാൻ പുറകോട്ട് നോക്കിയല്ല ഓടിക്കുന്നത്, ഞാൻ മുമ്പോട്ട് നോക്കിയാണ് ഓടിക്കുന്നത്. ഒന്നെങ്കിൽ ഈ വാക്യം വായിക്കണം, അല്ലെ നിങ്ങളുടെ സ്വഭാവം മാറ്റണം. ഞാനതിൽ പിന്നെ വണ്ടിയെ വാക്കി എഴുതുന്നില്ല. ആ പരിപാടി മാറ്റി. കാരണം വണ്ടി ഞാനല്ല ഓടിക്കുന്നത്, ആരെങ്കിലും പിള്ളേരെ ഓടിക്കുന്നത്. ഒരു എമർജൻസിക്ക് ഓവർടേക്ക് ചെയ്യുക എന്തെങ്കിലും ചെയ്യുമ്പോൾ തമ്പുരാനെ കുറ്റം പറയും, ഈ വാക്യത്തെ കുറ്റം പറയും. സ്തോത്രം. അപ്പം നമ്മൾ ജീവിക്കുന്ന സമൂഹം അങ്ങനെയാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മളോട് ഇടപെടുന്ന ആളുകൾക്ക് എന്ത് ചിത്രം കൊടുക്കാൻ നമുക്ക് കഴിയും? നാം സമൂഹത്തെ സ്വാധീനിക്കുന്നതിൽ എത്രത്തോളം വിജയിച്ചു? തീവ്രവാദികൾ സമൂഹത്തെ സ്വാധീനിക്കുന്നതിൽ ബഹുദൂരം മുന്നോട്ട് പോയി. ഗുണ്ടാ സംഘങ്ങൾ സമൂഹത്തെ സ്വാധീനിക്കുന്നതിൽ ബഹുദൂരം മുന്നോട്ട് പോയി. അഴിമതിയും അക്രമവും കാണിക്കുന്നവർക്ക് ഭയങ്കര സ്വാധീനമാണ്. പേടിപ്പിച്ചിട്ടാണെങ്കിലും സ്വാധീനമുണ്ട്. പക്ഷെ ഈ സ്വാധീനങ്ങളെക്കാളെല്ലാം ശക്തിയാണ് സ്നേഹത്തിൻ്റെ സ്വാധീനത്തിന്. അതിനേക്കാളെല്ലാം ശക്തിയാണ് വചനത്തിൻ്റെ സ്വാധീനത്തിന്, ഹോളി സ്പിരിറ്റിൻ്റെ സ്വാധീനത്തിന്. ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. നമ്മുടെ ഉള്ളിൽ നിന്ന് എന്താണ് ഒഴുകുന്നതെന്ന് നമുക്കിന്ന് രാവിലെ പരിശോധിച്ചുകൊണ്ടിരിക്കാം. ഒരു പുതിയ പ്രസംഗം പഠിക്കുകയല്ല, ഒരു പുതിയ ഒഴുക്കുണ്ടാകുകയാണ് വേണ്ടത്. ഹല്ലേലൂയ. പുറത്തേക്കുള്ള ഒഴുക്ക് നന്നാകണമെങ്കിൽ അകത്തൊരു മാറ്റം വരണം. അകത്ത് വരുന്ന മാറ്റം ഹൃദയം നിറഞ്ഞ് കവിയുന്നതല്ലോ വായ സംസാരിക്കുന്നത്. അകത്ത് മാറ്റം സംഭവിച്ചാൽ പുറത്തേക്കുള്ള ഒഴുക്കിന് മാറ്റം വരും. പുറത്തേക്കുള്ള ഒഴുക്കിന് മാറ്റം വന്നാൽ ഭയങ്കര സ്വാധീനം സമൂഹത്തിലുണ്ടാവും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാരംഭത്തിൽ തന്നെ നമുക്ക് നമ്മുടെ ഉള്ളിലേക്കൊന്ന് നോക്കാം. ഇന്ന് രാവിലെ മുതൽ നമ്മളിൽ നിന്ന് പുറത്തേക്ക് വന്നത് എന്തൊക്കെയാണ്? ഇന്നലെ എന്താണ്? മിനിഞ്ഞാന്ന് എന്താ? മീറ്റിങ്ങിൽ ഇരിക്കുമ്പോഴത്തെ കാര്യമല്ല. മീറ്റിങ്ങിൽ ഇരിക്കുമ്പോൾ സ്തോത്രം ഗ്ലോറിയേ വരത്തുള്ളൂ, അല്ലാത്തപ്പോഴത്തെ കാര്യമാണ്.
നമ്മളിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് എന്ത്? കർത്താവ് പറഞ്ഞു, പുറത്തു നിന്ന് അകത്തേക്ക് ചെല്ലുന്നതല്ല മനുഷ്യനെ അശുദ്ധനാക്കുന്നത്, അകത്തു നിന്ന് പുറത്തേക്ക് വരുന്നതാണ് മനുഷ്യനെ അശുദ്ധനാക്കുന്നത്. ദുശ്ചിന്ത, ചിന്ത, പരസംഗം, മോഷണം, കൊലപാതകം, ഇതെല്ലാം അകത്തുനിന്നാണ് വരുന്നത്. അതുകൊണ്ട് ദൈവവചനത്തിൻ്റെ കേൾവി നമ്മുടെ അകത്തെ ശുദ്ധീകരിക്കാനാണ്. പുറമേ ഉള്ള മാറ്റങ്ങൾക്ക് അമിത പ്രാധാന്യം നമ്മൾ കൊടുത്തെങ്കിൽ നമുക്കതിൽ നിന്ന് തിരിച്ചു വരണം. ഒരാളെ പുറമേ ഉള്ള രീതി കണ്ടിട്ട് വിലയിരുത്താതെ അവരുടെ അകത്തേക്ക് നോക്കാനുള്ള ഒരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വചനം നമുക്കൊരു ശക്തമായ വാണിംഗ് തരികയാണ്. എന്തുകൊണ്ട് നമ്മുടെ ഉള്ളിലെ വെള്ളം കലങ്ങുന്നു? എന്തുകൊണ്ട് നമ്മുടെ ഉള്ളിലെ ചിന്തകൾ മലിനമാകുന്നു? വെള്ളമെന്നും ഉറവയെന്നും കിണറെന്നും ഒക്കെ പറയുന്ന സാധനം നമ്മുടെ ചിന്തകൾ തന്നെയാണ്. നമ്മുടെ അകത്തെ ചിന്തകൾ മലിനമാകുന്നത് എന്തുകൊണ്ട്? നമ്മുടെ വാക്കുകളും നമ്മുടെ ഇടപെടലുകളും മറ്റുള്ളവർക്ക് അസ്വസ്ഥമായി തീരുന്നത്, അവരെ സ്വാധീനിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ട്? ഒറ്റ ഉത്തരമേ ഉള്ളൂ, അവരെവിടെയോ കലങ്ങിപ്പോയിട്ടുണ്ട്. വാക്യത്തിലേക്ക് നോക്കൂ. ദുഷ്ടന്റെ മുൻപിൽ കുലുങ്ങിപ്പോയ മനുഷ്യൻ. എവിടെയോ അവർ കുലുങ്ങിയിട്ടുണ്ട്, കൺഫ്യൂസ്ഡ് ആയിട്ടുണ്ട്, പതറിയിട്ടുണ്ട്, എവിടെയോ അവർക്ക് കേടുപറ്റിയിട്ടുണ്ട്. അതോടുകൂടിയാണ് ഈ വെള്ളം കലങ്ങിപ്പോയത്. ദുഷ്ടന്റെ മുൻപിൽ കുലുങ്ങിപ്പോയ മനുഷ്യൻ കലങ്ങിയ കിണറിനും മലിനജലത്തിനും തുല്യനാണ്. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ആരാണ് ദുഷ്ടൻ? നമ്മൾ ഈ കാണുന്ന മനുഷ്യരാരുമല്ല. അവരെ ഒന്നും പുതിയ നിയമം ദുഷ്ടനെന്ന് വിളിക്കുന്നില്ല. പുതിയ നിയമം ദുഷ്ടനെന്ന് വിളിക്കുന്നത് പിശാചിനെ മാത്രമാണ്. സ്തോത്രം, 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 സ്തോത്രം. നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കാനല്ലേ ബൈബിൾ പറയുന്നത്? നിങ്ങളെ ഉപദ്രവിക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കാനല്ലേ കർത്താവ് പറയുന്നത്? അപ്പൊ ദുഷ്ടന്മാരാരുമില്ല, ഒരു ദുഷ്ടനുമില്ല. നമുക്കൊരു ദുഷ്ടനേ ഉള്ളൂ, അത് പിശാചാണ്. അവൻ്റെ മുൻപിൽ കുലുങ്ങിപ്പോയി, അവൻ്റെ മുമ്പിൽ പതറിപ്പോയി, അവൻ്റെ മുൻപിൽ കുഴഞ്ഞുപോയി, അവൻ്റെ മുമ്പിൽ തളർന്നു പോയി. അതുകൊണ്ട് അകത്തെ വെള്ളം കലങ്ങിപ്പോയി. അതുകൊണ്ട് നമ്മിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വാക്കുകളും ചിന്തകളും മറ്റുള്ളവർക്ക് ആശ്വാസം കൊടുക്കുന്നില്ല, മറ്റുള്ളവരെ ആകർഷിക്കുന്നില്ല, സ്വാധീനിക്കുന്നില്ല. ഹല്ലേലൂയ. വളരെ ആത്മാർത്ഥതയോടെ നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്ന് എന്നിലൊരു മാറ്റം വരണം, ഞാൻ അതിനായി ഏൽപ്പിക്കുന്നു. സ്തോത്രം. എനിക്ക് മാത്രം എന്താ ഇങ്ങനെ എന്ന് നമ്മളൊക്കെ ചിന്തിച്ചിട്ടില്ലേ? ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. എന്താ എൻ്റെ പ്രശ്നം മാത്രം തീരാത്ത? ചിന്തിച്ചിട്ടില്ലേ? എത്രയോ പ്രാവശ്യം ചിന്തിച്ചിരിക്കുന്നു. ദൈവമെല്ലാം കാണുന്നുണ്ട്, ദൈവമെല്ലാം കൺട്രോൾ ചെയ്യുന്നുണ്ട്. എല്ലായിടത്തും കർത്താവിൻ്റെ കണ്ണുണ്ട്, എല്ലായിടത്തും കർത്താവിൻ്റെ കൈയുണ്ട്. തക്ക സമയത്ത് തട്ടി മാറ്റത്തക്കവണ്ണം ദൂതന്മാർ അടുത്തുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ ട്രാഫിക്കിനിടയിൽ കൂടെ ഇവിടം വരെ എത്തുന്നത്. ഒരു മിനിറ്റ് തമ്പുരാൻ കണ്ണടയ്ക്കുന്നില്ല. ഒരു മിനിറ്റ് അവൻ ശ്രദ്ധിക്കാതിരുന്നെങ്കിൽ നീ ഇന്നിവിടെ കാണുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു മിഷണറിയായ അപ്പൻ എവിടെയോ യാത്ര പോയിട്ട് മടങ്ങി വരാൻ വൈകി. ഇടിവെട്ടി മഴ പെയ്യുകയാണ്. അമ്മ ഫ്രണ്ടിലത്തെ ഡോറ് തുറന്നിട്ട് പുറത്തിങ്ങനെ ഇരിക്കുകയാണ്. ഒരേ ഒരു മകൻ, 6 വയസ്സുള്ള കുട്ടിയും അടുത്തിരിക്കുകയാണ്. അമ്മേ, എന്താ കിടക്കാത്തെ? മോനെ, പപ്പ വരട്ടെ, ഭയങ്കര മഴയല്ലേ, പപ്പ വരട്ടെ. ഈ കൊച്ചു ചോദിച്ചു, മമ്മി
യേശപ്പച്ചൻ ഇപ്പൊ എന്നെ എടുക്കുക? കുഞ്ഞുങ്ങളല്ലേ, അവരിതെല്ലാം കേട്ട് പഠിച്ചിട്ടുണ്ടല്ലോ. മോനെ, യേശപ്പച്ചൻ ഉണർന്നിരിക്കുക. ഉണർന്നിരുന്ന് എന്തോ ചെയ്യുക? നമ്മുടെ ഡാഡിയെ നോക്കുക, നമ്മളെ നോക്കുക. എന്നാ പിന്നെ നമുക്ക് കിടക്കരുതോ? പലപ്പോഴും നമ്മളെ മാനസാന്തരപ്പെടുത്താൻ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കഴിയും. കാരണം അവർ സിൻസിയറാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു മിനിറ്റ് പോലും കർത്താവിന്റെ കണ്ണ് നമ്മളിൽ നിന്ന് മാറ്റുന്നില്ല. പ്രൈസ് ദി ലോർഡ്. പത്രോസിനോട് പറയുക, ശീമോനെ സൂക്ഷിക്കുക, സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റുവാൻ പെർമിഷൻ ചോദിച്ചു. നീ ഒരു ബലഹീന വിശ്വാസിയാണെന്ന് എനിക്ക് അറിയാവുന്നത് കൊണ്ട് ഞാൻ അനുവാദം കൊടുത്തില്ല. പക്ഷെ നീ ജാഗ്രതയോടെ ഇരിക്കണം. നിന്നെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. നാളെ 3000 പേർക്ക് ഒറ്റ പ്രസംഗത്താൽ മാമോദീസ കൊടുക്കേണ്ടവനെ പിശാച് നേരത്തെ ടാർഗറ്റ് ചെയ്യുന്നു എന്ന കാര്യം അവൻ അറിയുന്നില്ല. കർത്താവ് അറിയുന്നു. ഈ പകലിൽ ദൂത് പറയുന്നു, പിശാച് ചിലരെ ടാർഗറ്റ് ചെയ്തിരിക്കുന്നു. എന്തുകൊണ്ടാണെന്നറിയാമോ? ദൈവത്തിന് വേണ്ടി വളരെ പ്രയോജനപ്പെടേണ്ടവളാണ് നീ. ദൈവത്തിന് വേണ്ടി വളരെ പ്രയോജനപ്പെടേണ്ടവനാണ് നീ. ഒത്തിരി പേരെ സ്വാധീനിക്കേണ്ട വ്യക്തിയാണ് നീ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യഥാർത്ഥ ഒരു ഉണർവൊന്നും കേരളത്തിൽ ഉണ്ടായിട്ടില്ല, ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല. ഒരു യഥാർത്ഥ ഉണർവ് 2023 ഉണ്ടാകും എന്ന് വിശ്വസിക്കാം. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതിൻ്റെ ഒരു തെളിവാണ് ഇപ്പോൾ ഇന്ത്യയിൽ നടക്കുന്ന ഈ പീഡനങ്ങൾ. പീഡനം വളരെ കഠിനമാണ്. പൊതുവേദിയിൽ അത് വർണ്ണിക്കാൻ പറ്റില്ല. അത് വർണ്ണിച്ചാൽ സാധാരണക്കാരുടെ ഹൃദയം പിടയ്ക്കും, തകർന്നു പോകും. അത്ര കഠിനമാണ് ഇന്നത്തെ പീഡനത്തിൻ്റെ ലെവല്. ഞങ്ങളൊക്കെ വിശ്വാസി വരുന്ന സമയത്ത് റഷ്യയിലും ചൈനയിലുമൊക്കെ ദൈവമക്കൾ പീഡിപ്പിക്കപ്പെടുന്ന കഥകൾ ദൈവദാസന്മാർ പ്രസംഗമധ്യേ പറയുകയും അതൊക്കെ കേട്ട് കരയുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊന്നൊരു റിയാലിറ്റി ആയിട്ട് നമ്മുടെ മനസ്സിൽ കയറിയിട്ടില്ല. എന്നാൽ ഈ വർഷം കയറാൻ തുടങ്ങി. ഇന്ത്യയിൽ ഇന്ന് ആ വിധത്തിലൊരു കാറ്റ് ചില സ്ഥലങ്ങളിൽ ആഞ്ഞടിക്കുന്നുണ്ട്. ഇന്ന് ലോകത്തിലുള്ള മിക്കവാറും സഭകളെല്ലാം മണിപ്പൂരിന് വേണ്ടി പ്രാർത്ഥിക്കാൻ 1 മണിക്കൂർ മാറ്റിവെച്ചിരിക്കുകയാണ്. ഫ്രൈഡേ പൊതുവെ എല്ലായിടത്തും പ്രാർത്ഥനയുള്ളതുകൊണ്ട് പല സഭകളിലും അനൗൺസ് ചെയ്തിരിക്കുക, ഇന്ന് 1 മണിക്കൂർ മണിപ്പൂരിന് വേണ്ടി പ്രാർത്ഥിക്കാൻ. ഞാൻ മണിപ്പൂരൊന്ന് കാണാൻ പറ്റുമോ എന്ന് 1-2 പേരോട് ചോദിച്ചപ്പോൾ ഇപ്പോൾ പോകണ്ടെന്ന് പറഞ്ഞു. സജി മാത്യു പാസ്റ്റർ, ഗുജറാത്തിലുള്ള സജി മാത്യു പാസ്റ്റർ അടുത്ത ദിവസം പോകുന്നുണ്ട് സ്ഥിതിഗതികൾ നേരിട്ട് കാണുവാൻ. ഹൈബി ഈഡൻ പോയി കണ്ടിട്ട് പറയുന്ന ഒരു പ്രസ്താവന യൂട്യൂബിലുണ്ട്. മറ്റാരും പറയുന്നത് വ്യക്തമല്ലെങ്കിലും ഇദ്ദേഹം പറയുന്നത് വ്യക്തമാണല്ലോ, ആധികാരികമാണല്ലോ. ഇത് നമ്മുടെ രാജ്യത്തെ ഇന്നത്തെ അവസ്ഥയാണ്. അതിനൊരു മറുവശമുണ്ട്. ആ മറുവശം എന്ന് പറയുന്നത് 10,000-കണക്കിന് ആളുകൾ യേശുവിനെ അറിയുന്ന വർഷമാണ് ഈ വർഷം. ഇതൊരാവേശത്തിന് വേണ്ടി പറയുകയല്ല, നേരിട്ടറിയാവുന്നത് കൊണ്ട് പറയുകയാണ്. നേരിട്ടറിയാവുന്നത് കൊണ്ട് പറയുകയാണ്. ഇതിലേറ്റവും കൂടുതൽ ആളുകൾ കർത്താവിലേക്ക് തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത് UP-യിലാണെന്ന് കേൾക്കുമ്പോൾ എങ്ങനെ ദൈവത്തെ സ്തുതിക്കാതിരിക്കും? ബീഹാറിൽ ആരംഭിച്ചിരിക്കുന്ന ഉണർവ് ചെറുതല്ല.
ദൈവം ട്വിസ്റ്റ് ചെയ്തു. ഏലി ജീവിച്ചിരിക്കുന്നു. ഏലിയുടെ മക്കൾ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഏലിയുടെ മക്കൾ അടുത്ത ചാർജ് എടുക്കാൻ ഉടുപ്പ് റെഡിയാക്കിയിരിക്കുന്നു. അവരെല്ലാം പുരോഹിതന്മാരാ. അടുത്ത 100 വർഷത്തേക്ക് ഈ ചർച്ചിൻ്റെ ലീഡർഷിപ്പ് ഏലിക്കും മക്കൾക്കുവാ. ഒരു മാറ്റവും അവിടെ വരുത്താൻ ഒക്കുകയില്ല. പക്ഷെ ദൈവത്തിൻ്റെ ആ സഭ, ദൈവം പെട്ടെന്ന് കാര്യങ്ങളെ ട്വിസ്റ്റ് ചെയ്തു. പെട്ടെന്നാണ് നമുക്ക് തോന്നും. ഒരു 20 കൊല്ലം മുമ്പ് ദൈവം ഒരു പ്രോജക്റ്റ് ആരംഭിച്ചു. ആ പ്രോജക്റ്റ് എന്നാണെന്നറിയാമോ? ഹന്നയെ മച്ചിയാക്കി. ദൈവമാണോ? അതെ, ദൈവമാണെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. ദൈവമാണെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. എന്നിട്ട് അവളെ കൊണ്ട് കരയിപ്പിച്ചു. അവൾ കരഞ്ഞ് 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 ശരീരത്തിലെ വെള്ളം മുഴുവൻ വറ്റുവോളം കരഞ്ഞു. ദൈവമാണോ? അതെ, ദൈവമാണ്. അപ്പോൾ അവളെ ഇറിറ്റേറ്റ് ചെയ്യാൻ ഒരു പെനീനെ, അതെല്ലാം ദൈവത്തിന്റെ പ്രോജക്റ്റാ. നമ്മൾ വിചാരിക്കുന്ന ഇതൊക്കെ അറിയാതെ വരുന്നതാണ്. ഒന്നും അറിയാതെയല്ല, ഇതെല്ലാം ദൈവത്തിന്റെ പ്രോഗ്രാമാണ്. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. പെനീന്നമാരെയൊക്കെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കണം. ഞാൻ ആ ഭാഗമൊക്കെ ധ്യാനിക്കുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. കാരണം പെനീന്ന ഇല്ലെങ്കിൽ ഹന്ന വേണ്ടെന്ന് വെച്ചേനെ, ഒരു ശമൂവേൽ എന്നുള്ള പ്രോജക്റ്റ് വേണ്ടെന്ന് വെച്ചേനെ. കാരണം ഭർത്താവ് നല്ല മനുഷ്യനാണ്. സമയം കിട്ടുകയാണെങ്കിൽ 1-ാം അധ്യായം ഒന്ന് വായിച്ചു നോക്കണം. 1 ശമൂവേല്. ആ മനുഷ്യൻ മക്കളില്ലാത്ത ആ സഹോദരിയെ തോളെ ഇങ്ങനെ കൈയിട്ടിട്ട് പറയുക, ഞാൻ നിനക്ക് 10. അങ്ങനെ പറയാൻ പറ്റുന്ന എത്ര ഭർത്താക്കന്മാർ ഇവിടെയുണ്ട്? പ്രൈസ് ദി ലോർഡ്. 25 വയസ്സിലൊക്കെ പറ്റും, 35 വയസ്സ് വരെയും പറ്റും, 65 പറ്റുമെന്നാ ചോദ്യം. സ്തോത്രം. ഞാനില്ലേ നിനക്ക്? ഞാനില്ലേ നിനക്ക്? ഒരു സഹോദരിയെ സംബന്ധിച്ച് അതിൽ കൂടുതൽ ഒന്നും വേണ്ട ഈ ഭൂമിയിൽ. ഒരു സ്ത്രീയെ സംബന്ധിച്ച് അതിൽ കൂടുതൽ ഒന്നും ഈ ഭൂമി വേണ്ട. പൈസയോ കാറോ വണ്ടിയോ വെള്ളമോ ഒന്നും അല്ല വേണ്ടത്. ഞാനുണ്ട് നിനക്കെന്ന് പറയാൻ ഒരാളുണ്ടെങ്കിൽ ഒരു സ്ത്രീ ഹാപ്പിയാ. പക്ഷെ അതിൽ അവൾ തൃപ്തിപ്പെട്ടില്ല. കാരണം പെനീനയാ. ഇതുണ്ടെങ്കിലും ഇവളുടെ ഈ അസ്വസ്ഥതയ്ക്ക് ഒരു പരിഹാരം വേണം. ഇവളുടെ മുമ്പിൽ ഒരു കൊച്ചിനെ എനിക്ക് കാണിച്ചു കൊടുക്കണം. ദൈവത്തിന്റെ പ്രോജക്റ്റാ. നമ്മുടെ ജീവിതയാത്രയിൽ വരുന്ന ഈ പെനീനമാരെ എല്ലാം ഇടിവിട്ടാനോ വണ്ടി ഇടിച്ചു മരിക്കാനോ ഒന്നും ഒരുങ്ങണ്ട, പ്രാർത്ഥിക്കണ്ട. ദൈവം നിന്റെ ശമൂവേലിനെ പുറത്തു കൊണ്ടുവരുവാൻ ഇതെല്ലാം കിട്ടിയേ പറ്റൂ. നിന്റെ ശമൂവേൽ പുറത്തു വരാനുള്ള സമയമായി. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. ഓ റബലബ ശന്ദരബല റബാസിയ ഓ റബഖലബനാദന ശന്ദരാദലാദലാദല. താങ്ക് യു ജീസസ്. നമ്മുടെ മുൻപിൽ വരുന്ന ഒരു വ്യക്തിയും ഒരു അസാധാരണ സംഭവമല്ല, യാദൃച്ഛികമല്ല. നമ്മുടെ മുമ്പിൽ വരുന്ന ഒരു സംഭവവും യാദൃച്ഛികമല്ല. അതെല്ലാം നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് നിന്നെ നടത്താനുള്ള മുഖാന്തരങ്ങളാണ്. ഇത് വിശ്വസിച്ചേ പറ്റൂ. ഇത് വിശ്വസിച്ചേ പറ്റൂ. ആമേൻ. ഞാനൊരിക്കൽ ഭയങ്കര മനപ്രയാസം. ഈ സഭാ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ നല്ലതാണ്, എന്നാൽ ടെൻഷനും ഉണ്ട്. അതല്ല ഇപ്പം ഇവിടെ വിവരിക്കാൻ ഒക്കുകയില്ല. പാസ്റ്റേഴ്സിൻ്റെ മീറ്റിങ്ങിലാണെങ്കിൽ പറയാം. ഞാനങ്ങനെ ടെൻഷൻ സഹിക്കാൻ മേലുണ്ടായപ്പം എന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെ സ്വഭാവം കൂടിയാണ്. ചെറിയ ടെൻഷൻ വരുമ്പം തളർന്നു പോകുന്നവരുണ്ട്,
അങ്ങനെയുള്ളൊരു ഗ്രൂപ്പിൽ പെടുമായിരിക്കും ഞാനെന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ പെട്ടെന്ന് ഞങ്ങളുടെ ഡിസ്ട്രിക്ട് പാസ്റ്ററെ കാണാൻ പോയി. വെളുപ്പിനെ എഴുന്നേറ്റ് വീട്ടിൽ ചെന്ന് പുള്ളിക്കാരൻ്റെ അടുക്ക് ചെന്നു. ഞാനിങ്ങനെ ചെറുതായിട്ട് കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങിയപ്പോൾ പുള്ളിക്കാരനൊരു തമാശ പറഞ്ഞു. ഞാൻ ആ തമാശ പിന്നീട് പലയിടത്തും ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുക. അതിതാണ്, ഒരു 70 വയസ്സുള്ള മനുഷ്യൻ 2 തോളിൽ 2 ബാഗും തൂക്കി ഒരു വടിയും കുത്തി റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവുക. റെയിൽവേ സ്റ്റേഷനിൽ തൊട്ടിപ്പുറത്ത് ഒരു വീടുണ്ട്. ആ വീടിൻ്റെ ഗേറ്റിൽ ഈ വടി കൊണ്ടിങ്ങനെ തട്ടിയിട്ട് അവിടെ നിൽക്കുന്ന ഒരു ചെറുക്കനോട് ചോദിച്ചു, മോനെ വടക്കോട്ട് ഇനി വണ്ടി ഉണ്ടോ? അപ്പം അവൻ വാച്ചേ നോക്കി, വല്യപ്പ ഇപ്പം മണി 10 രാത്രി, ഒരു വണ്ടി അവിടെ കിടപ്പുണ്ട്, അത് കോഴിക്കോടിനുള്ളതാണ്. അത് പോയാൽ പിന്നെ ഇന്ന് രാത്രി വണ്ടിയില്ല. മോനെ എനിക്കത് കിട്ടുമോ? അപ്പച്ചൻ ഇപ്പം പോണ പോലെ പോയാൽ കിട്ടുകയില്ല, ഓടിയാൽ കിട്ടും. അപ്പച്ചൻ അങ്ങനെ തന്നെ ആ ബാഗും തൂക്കി വടിയും കുത്തി, അതേ ഒരു താളമുണ്ട് പുള്ളി അങ്ങനെ തന്നെ പോവുക. ഈ ചെറുക്കൻ അകത്തോട്ട് ചെന്ന് പുള്ളിയുടെ പട്ടി അഴിച്ചു വിട്ടു. പട്ടി കുരച്ചുകൊണ്ട് 2 ചാട്ടം ചാടി. അപ്പച്ചൻ ചാടി ട്രെയിനിലും കയറി. അപ്പച്ചൻ ട്രെയിനിൻ്റെ ഒരു സൈഡ് സീറ്റേൽ ഇരുന്നിട്ട് ഇവനെ കൈ കാട്ടി വിളിച്ചു, ഞാൻ നിന്നോട് 10 പൈസ ചോദിച്ചില്ല, ട്രെയിൻ എപ്പോഴാണ് പോകണമെന്ന് മാത്രമേ ചോദിച്ചുള്ളൂ, നീ അതിന് പട്ടി അഴിച്ചു വിടേണ്ട വല്ല കാര്യമുണ്ടോ? ചെറുക്കൻ്റെ മറുപടി കേൾക്കണോ? എൻ്റെ പട്ടിയെ എനിക്കറിയാം, അതിന്ന് വരെ ആരെയും കടിച്ചിട്ടില്ല. എന്നാൽ അപ്പച്ചന് ട്രെയിൻ കിട്ടട്ടെ എന്നോർത്ത് ഞാൻ ചെയ്തതാ. ട്രെയിൻ കിട്ടിയില്ലേ? എന്നാൽ പൊക്കൂ. അപ്പോഴത്തേനും ടൈമായി, വണ്ടി മൂവ് ചെയ്തു, ചെറുക്കൻ വീട്ടിൽ പോയി. ഇങ്ങനെ നമുക്ക് നേരെ പട്ടികളെ അഴിച്ചു വിട്ടവരെ എല്ലാം ഓർത്ത് നമുക്കിന്ന് രാവിലെ ദൈവത്തെ സ്തുതിക്കാം. അതുകൊണ്ടാണ് ഈ ട്രെയിനിൽ കയറിയത്, ഇനി മറ്റേ ട്രെയിനിൽ കയറാൻ പോണതും അതുകൊണ്ടാണ്. എന്തെങ്കിലും മനസ്സിലാകുന്നുണ്ടോ? കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഒന്നും യാദർച്ഛികമല്ല. നമ്മുടെ ജീവിതത്തിൽ വരുന്ന ആരും യാദർച്ഛികമല്ല. ഒന്നും യാദർച്ഛികമല്ല. ഇതെല്ലാം ഈ പ്രോജക്റ്റിൽ പെട്ടതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്നും യാദർച്ഛികമല്ല, ആരും യാദർച്ഛികമല്ല. നമ്മൾ ഇതിനെ എങ്ങനെ കാണും, നമ്മൾ ഇതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുമെന്നറിയാൻ ദൈവം എങ്ങനെ നോക്കിയിരിക്കുക. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. നമ്മുടെ ഉള്ളിൽ കയ്പ്, ആര് നിമിത്തമെങ്കിലും വന്ന കയ്പുണ്ടെങ്കിൽ അതിൽ നിന്ന് പുറത്തു പോകണം. അപ്പോഴേ നിങ്ങൾക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റത്തുള്ളൂ, നിങ്ങൾക്ക് സ്വാധീനിക്കാൻ പറ്റത്തുള്ളൂ. താങ്ക് യു ജീസസ്, ഹല്ലേലൂയ. നമ്മുടെ ഉള്ളിൽ എവിടെന്നെങ്കിലും ഏതെങ്കിലും കാരണവശാൽ വന്ന കയ്പ്, പക, വിദ്വേഷം, ഈർഷ്യ, ഇഷ്ടക്കുറവ്, നമുക്കതൊന്ന് എടുത്തു കളയാൻ പറ്റുമോ? സ്തോത്രം, 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 സ്തോത്രം. ദുഷ്ടന്റെ മുൻപിൽ കുലുങ്ങിപ്പോയ മനുഷ്യൻ. ആ ദുഷ്ടനെന്നുള്ളിടത്ത് പ്രശ്നങ്ങളെന്നോ പ്രതിസന്ധിയെന്നോ ഒക്കെ ചേർത്തോളൂ, പുറകിൽ പിശാചാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഉള്ളം കലക്കിക്കളഞ്ഞ, നമ്മുടെ പ്രത്യാശ തകർത്ത, നമ്മുടെ എനർജി കളഞ്ഞ, നമുക്കൊന്നും ചെയ്യാൻ മേലാത്തവണ്ണം നമ്മളെ ആക്കിയ ആ സാഹചര്യം അതെന്താണെന്ന് നമുക്ക് ഇന്ന് പകലിലൊന്ന് പരിശോധിക്കാം. ഉറപ്പായിട്ടും പറയുന്നു, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും 100 കണക്കിന് ആളുകളെ സ്വാധീനിക്കും. സ്തോത്രം. 100 കണക്കിന് ആളുകളെ സ്വാധീനിക്കുന്നവരായി ഞാനും നിങ്ങളും മാറിയേ പറ്റൂ. കാരണം ഇനി സമയം കുറവാണ്. ഇന്ത്യക്ക് വേണ്ടി ദൈവം അനുവദിച്ചിരിക്കുന്നതിൻ്റെ അതിൻ്റെ ലാസ്റ്റ് സമയത്തേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്.
നമ്മൾ ഓരോരുത്തരും ആളുകളെ സ്വാധീനിക്കുന്നവരായി തീരണം. അതിൻ്റെ തടസ്സം ഇപ്പം ഈ കണ്ട കാര്യമാണ്. നമ്മൾ എവിടെയോ കുലുങ്ങിപ്പോയിട്ടുണ്ട്. എവിടെയോ നമുക്ക് ഉള്ളിൽ കയ്പ് തട്ടിയിട്ടുണ്ട്. ദുഷ്ടൻ്റെ മുൻപിൽ കുലുങ്ങിപ്പോയ നീതിമാൻ. നീതിമാൻ എന്ന വാക്ക് ബൈബിളിലേക്ക് വരുമ്പോൾ രക്ഷിക്കപ്പെട്ടവരെന്നാണ്. അങ്ങനെയാണെങ്കിൽ പ്രശ്നത്തിൻ്റെ മുൻപിൽ കുലുങ്ങിപ്പോയ വിശ്വാസി, പരിഹാസത്തിൻ്റെ മുമ്പിൽ കുലുങ്ങിപ്പോയ വിശ്വാസി, പ്രതികൂലത്തിൻ്റെ മുൻപിൽ കുലുങ്ങിപ്പോയ വിശ്വാസി, കലങ്ങിയ കിണറിനും മലിനമായ ഉറവയ്ക്കും തുല്യമാണ്. സ്തോത്രം. ഫിലിപ്പിയൻ കാരാഗ്രഹത്തിലേക്ക് നോക്കൂ. അവിടെ ഒരു തെറ്റും ചെയ്യാതെ ക്രൂരമായ പീഡനവും അപമാനവും സഹിച്ച് പൗലോസും ശീലാസും ജയിലിൽ കിടക്കുന്നു. നടുറോഡിൽ പരസ്യ സ്ഥലത്ത് വെച്ച് വസ്ത്രം പറിച്ചുരിഞ്ഞ് കോലുകൊണ്ടടിപ്പിച്ചു. അപ്പോസ്തല പ്രവർത്തികൾ 16-ാം അധ്യായം 20 മുതൽ വായിക്കുമ്പോൾ പരസ്യമായി വസ്ത്രം പറിച്ചുരിഞ്ഞ് കോലുകൊണ്ടടിച്ചു. റോമൻ പൗരനായ ഒരു മനുഷ്യനെ പബ്ലിക് പ്ലേസിൽ വെച്ച് വസ്ത്രാക്ഷേപം വരുത്തുക, അടിക്കുക. എത്ര ഭീകരമാണ്, എത്ര ഭീകരമാണ്. സ്തോത്രം. അകത്തെ തടവിലിട്ട് പൂട്ടി. അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ചു, പാടി, സ്തുതിച്ചു. 3 കാര്യം ചെയ്തു. പ്രാർത്ഥിച്ചു, പാടി, സ്തുതിച്ചു. ബന്ധനമഴിയും കെട്ടുകളഴിയും ആരാധനയെങ്കിൽ എന്ന പാട്ടൊന്നും അല്ല അവർ പാടിയത്. ഇല്ലില്ല, ആ പാട്ടൊന്നും ഇറങ്ങിയിട്ടില്ല. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. ഏകനായ മഹാത്ഭുതങ്ങളെ ചെയ്യുന്നവനെ, അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. ഇതുപോലെ ഏതെങ്കിലും എബ്രായ ഗീതങ്ങൾ പാടി. എന്തുകൊണ്ട് പാടി? എന്തുകൊണ്ട് പാടി? എന്തിനു വേണ്ടി പാടി? അവിടെ എഴുതിയിട്ടില്ല. എൻ്റെ ഉത്തരം എനിക്ക് മനസ്സിലായത് ഞാൻ പറയാം. വെറുതെ ഇരുന്നാൽ അനാവശ്യ ചിന്തകൾ വരും. വെറുതെ ഇരുന്നാൽ മനസ്സ് കുഴയും. അതുകൊണ്ട് പാട്ട് പാടാം എന്ന് വെച്ചു. പൗലോസ് ഒരു പാട്ടുകാരനാണെന്ന് തോന്നുന്നില്ല. പൗലോസ് പാട്ടുകാരനാണെങ്കിൽ പൗലോസ് എഴുതിയ കുറേ പാട്ടുകളൊക്കെ വന്നേനെ. മേരി എഴുതിയ പാട്ടുണ്ട്, പിന്നെ സക്കരിയാവ് എഴുതിയ പാട്ടുണ്ട്, അങ്ങനെ പലരും എഴുതിയ പാട്ട് ബൈബിളിലുണ്ട്. പക്ഷെ പൗലോസ്, എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്, പാസ്റ്റർ പൗലോസ് പാട്ട് എഴുതിയിട്ടുണ്ടോ? ഞാൻ ചോദിച്ചു, എന്നാ ചോദിക്കാൻ കാര്യം? ഈ ധ്യാനം കൂടുതൽ വന്നാൽ പാട്ടുണ്ടാവും. അപ്പോൾ പൗലോസ് ഒത്തിരി ധ്യാനിക്കുന്ന ആളാണല്ലോ. അപ്പോൾ പിന്നെ അറിയാൻ മേല പൗലോസ് ഒരു പാട്ട്, അതൊരു എല്ലാവർക്കും എല്ലാ വാസനയും ഇല്ലല്ലോ. അതുകൊണ്ട് പോൾ ഒരു പാട്ടുകാരനാകാൻ സാധ്യതയില്ല. പക്ഷേ പാടി. ഏറ്റവും പാട്ട് അറിയാൻ മേലാത്ത കൂട്ടർ ആരാന്ന് ചോദിച്ചാൽ ഞാൻ പറയും പെന്തിക്കോസുകാരാ. ഏറ്റവും കൂടുതൽ പാടുന്ന ആരാന്ന് ചോദിച്ചാൽ ഞാൻ പറയും പെന്തിക്കോസുകാരാ. യേശുദാസ് ഒന്നും വന്നാൽ നമ്മുടെ ഇടയിൽ പിടിച്ചു നിൽക്കുകയില്ല. കാരണം നമ്മുടെ താളം വരെ, പ്രൈസ് ലോർഡ്, നമുക്കൊരു താളമുണ്ട്, അതിന് പറ്റുന്ന പാട്ടുകാരെ നമുക്കും പറ്റുള്ളൂ. പ്രൈസ് ലോർഡ്. പൗലോസ് പാടി, ചങ്ങല കിലുക്കി, അതാണ് അന്നത്തെ താളം. കയ്യിലെ ചങ്ങല കിലുക്കിക്കൊണ്ട് പാട്ടുപാടി. എന്തിനു പാടി? വെറുതെ ഇരുന്ന പ്രശ്ന, വെറുതെ ഇരുന്ന പ്രശ്ന. വെറുതെ ഒന്ന് ഇരുന്നൊന്നിരിക്കട്ടെ, ഒരു മണിക്കൂറാം ഉറങ്ങാൻ പറ്റുകയല്ലേ, വേദനയല്ലേ. ഒരു മണിക്കൂറാകുമ്പോൾ ശീലാസ് ചോദിക്കും, അച്ഛാ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? ചോദിച്ചോ. അച്ഛനൊരു ദർശനം കണ്ടിട്ടല്ലേ നമ്മൾ ഇങ്ങോട്ട് പോന്നേ? അതെ. എങ്ങനെയാ കണ്ടേ? ഒന്നുകൂടി ഒന്ന് പറയാവോ? അത് മക്കതോന്യക്കാരനായ ഒരു പുരുഷൻ വന്ന് ഞങ്ങളെ സഹായിക്കണമെന്ന് പറയുന്നു. ആ കൂടെ ഈ അടി കിട്ടുന്ന കണ്ടായിരുന്നോ? ഇത് ചോദിച്ചാൽ തീർന്നു.
അതോടുകൂടെ വിശ്വാസം നഷ്ടപ്പെട്ടു. വാസ്തവത്തിൽ അതൊന്നും കണ്ടില്ല. ഈ ദർശനം വെളിപ്പാടെന്നൊക്കെ പറഞ്ഞാൽ മുഴുവനൊന്നും കാണുകയില്ല. മുഴുവനും കാണുന്ന ആരും ഭൂമിയിലില്ല. എന്തെങ്കിലും ഒരു അറ്റം കണ്ടേച്ചാ ഈ എല്ലാം കണ്ടെന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഈ അടി കൊള്ളുന്നത് കണ്ടിരുന്നെങ്കിൽ പോരുകയുമില്ല. അതാ അതിൻ്റെ വേറൊരു കാര്യം. ജോസഫ് ഒത്തിരി സ്വപ്നം കണ്ടെങ്കിലും പൊട്ടക്കിണറ്റിൽ വീഴുന്നത് കണ്ടില്ല. സ്തോത്രം. പാട്ടുപാടി പൗലോസ് പ്രാർത്ഥിച്ചു, പാടി, സ്തുതിച്ചു. പെട്ടെന്നായിരുന്നു അത് സംഭവിച്ചത്. ആത്മശക്തിയെ ജയിലിലേക്ക് ഇറങ്ങി വന്നു. ലൂക്കോസ് എന്ന എഴുത്തുകാരൻ വളരെ സൂക്ഷ്മതയോടെ എഴുതുന്നത് കൊണ്ട് ഭൂകമ്പം എന്ന് എഴുതി. ഭൂകമ്പമല്ല, അത് ആത്മശക്തിയാണ്. ഒരു സംശയവും വേണ്ട, ഭൂകമ്പമല്ല. ഭൂകമ്പമാണെങ്കിൽ ആളുകൾ മരിക്കും, കയ്യും കാലും ഒടിയും, ആക്സിഡന്റ്, ഒത്തിരി മുറിവേൽക്കും. ആർക്കും ഒന്നും പറ്റിയില്ല. ഇരുമ്പ് ചങ്ങല കയ്യിൽ നിന്ന് പൊട്ടി മാറി, പക്ഷെ കയ്യിലെ തൊലി പോയില്ല. ദൈവശക്തിക്ക് ജ്ഞാനമുണ്ട്. ജ്ഞാനത്തിന്റെ ആത്മാവാണ്, പരിജ്ഞാനത്തിന്റെ ആത്മാവാണ്. പരിശുദ്ധാത്മാവ് ഇറങ്ങിയാൽ അനർത്ഥമൊന്നും ഉണ്ടാകത്തില്ല. അത് നന്മയ്ക്കായിട്ട് സംഭവിക്കും. ജയിലിന്റെ അടിത്തറയൊക്കെ കുലുങ്ങിയെങ്കിലും വ്യക്തികൾക്ക് ആർക്കും ഒരു പോറൽ പോലും പറ്റിയില്ല. തടവറയിൽ കിടന്ന മുഴുവൻ പേർക്കും മോചനം കിട്ടി. പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി സ്തുതിച്ചപ്പോൾ സംഭവിച്ചതാണ് ഈ കാര്യം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നമ്മൾ ചിന്തിച്ചു വരുന്ന വിഷയത്തോട് ബന്ധപ്പെട്ട് പോകാം. ആ സമയത്ത് പോളിൻ്റെ അകത്ത് നിന്ന് പുറത്തേക്ക് ഒഴുകിയത് മലിനജലമല്ല, കലങ്ങിയ വെള്ളമല്ല. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ജയിൽ സൂപ്രണ്ടിൻ്റെ അകം കലങ്ങിയിരിക്കുക. ജയിൽ സൂപ്രണ്ടിൻ്റെ ജോലി പോകും. അയാൾ ആത്മഹത്യ ചെയ്യാൻ വാളൂരി. പൗലോസ് പറയുക, നിനക്ക് അങ്ങനെ വരണം എന്നല്ല പറഞ്ഞത്. നീ ദോഷമൊന്നും ചെയ്യരുത്, ഞങ്ങളിവിടെയുണ്ട്. എന്നെ ആധികാരികമായ വാക്കാത്. നീ ഒരു ദോഷം ചെയ്യരുത്, ഞങ്ങളിവിടെയുണ്ട്. നിന്റെ പ്രശ്നം പരിഹരിക്കാൻ ഞങ്ങളിവിടെയുണ്ട് എന്നല്ലേ ആ വാക്കിൻ്റെ അർത്ഥം. ആ വാക്കിൽ ആ മനുഷ്യൻ്റെ ആത്മഹത്യ മാറിപ്പോയി. ആ വാക്കിൽ ആ കുടുംബം മുഴുവൻ സ്നാനപ്പെടാനിടയായി തീർന്നു. ഇതൊക്കെ ഒരു ചെറിയ കാര്യമല്ല. ഈ മനുഷ്യന്റെ ഉള്ളു കലങ്ങിയിരുന്നു എങ്കിൽ വായിൽ നിന്തു വരും? അതാ എൻ്റെ ചോദ്യം. ഈ പ്രതിസന്ധിയിലും പൗലോസിന്റെ ഉള്ള് കലങ്ങിയിട്ടില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദുഷ്ടന്റെ മുൻപിൽ കുലുങ്ങിപ്പോയ മനുഷ്യൻ മലിനജലമായി മാറും. പിന്നെ അവന്റെ വായിൽ നിന്ന് വരുന്നതെല്ലാം വേറൊരാൾക്ക് പ്രയോജനം കിട്ടുന്നതായിരിക്കത്തില്ല. ഇന്ന് ഈ പ്രാർത്ഥനയിലിരിക്കുമ്പോൾ ഉള്ളു കലങ്ങി എത്ര പേരുണ്ട്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശോധിക്കാൻ ഒരു സമയം എടുക്കുന്നത് നല്ലതാണ്. ഏതെങ്കിലും കാരണത്താൽ ആരോടെങ്കിലും ഉള്ളിൽ കയ്പ് കിടപ്പുണ്ടെങ്കിൽ, കലങ്ങിയിരിപ്പുണ്ടെങ്കിൽ, നമുക്കൊന്ന് പ്രാർത്ഥിച്ച് അതൊന്ന് പുറത്തെടുക്കാം. അതൊന്ന് പുറത്തേക്ക് പോട്ടെ. വാ കൊണ്ട് പറയണം, കർത്താവേ, ഞാനത് വിട്ടുകളയുന്നു, ഞാനത് വിട്ടുകളയുന്നു. എനിക്ക് കൃപ തരണമേ. എനിക്ക് ആരെ സ്വാധീനിക്കാൻ കഴിയാതെ ആയി പോകുന്നല്ലോ. എന്നെ ഒന്ന് മാറ്റിയെടുക്കണമേ, എന്നെ ഒന്ന് രൂപാന്തരപ്പെടുത്തണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ഇന്ന് രാവിലെ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവിടെ കൂടി വന്ന സഹോദരിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സഹോദരന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് കൃപാസനത്തോട് അടുത്ത് വരുന്നു. ഞങ്ങൾ മറ്റുള്ളവരെ സ്വാധീനിക്കേണ്ടവരാണ്. ശത്രുക്കളെപ്പോലും സ്വാധീനിക്കേണ്ടവരാണ്. ഞങ്ങൾക്ക് പലപ്പോഴും അത് കഴിയുന്നില്ല. ഞങ്ങളെ ഉപദ്രവിക്കുന്നവരെ പോലും സ്വാധീനിക്കേണ്ടവരാണ്. ഞങ്ങൾക്കതിന് കഴിയുന്നില്ല. കൃപ തന്ന് സഹായിക്കണമേ, കൃപ തന്ന് സഹായിക്കണമേ, കൃപ തന്ന് സഹായിക്കണമേ. കർത്താവേ, ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന സഹോദരന്മാർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു.
അവരെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ആ കറക്റ്റായ ഫലം കായ്ക്കുന്ന അവസ്ഥയിലോട്ട് വരാൻ കഴിയാതെ വണ്ണം നാളുകളായിട്ട് ബ്ലോക്ക് ചെയ്തിരിക്കുന്ന ആ ഇരുട്ടിൻ്റെ ആ സ്വാധീനത്തെ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ശാസിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്ന് മുതൽ ആ മനസ്സൊന്ന് ഫ്രീ ആകട്ടെ, ഇന്ന് മുതൽ ആ ചിന്തകളൊന്ന് ഫ്രീ ആകട്ടെ, ഇന്ന് മുതൽ ആ ഹൃദയമൊന്ന് ഫ്രീ ആകട്ടെ. ഇവിടെ ഇരിക്കുന്ന സഹോദരിമാർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ മുതൽ അവരുടെ ഉള്ളിലൊരു പുതിയ പ്രകാശമുണ്ടാകട്ടെ, അവരുടെ ഹൃദയം ഒന്ന് ഫ്രീ ആകട്ടെ, മറ്റുള്ളവരെ സ്വാധീനിക്കാൻ. ഹല്ലേലൂയ. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. നമുക്കെങ്ങനെ ദുഷ്ടന്റെ മുമ്പിൽ കുലുങ്ങിപ്പോകാതിരിക്കാൻ കഴിയും? നമുക്കെങ്ങനെ കഴിയും? നമുക്ക് തിരുവെഴുത്തുനിന്ന് പരിശോധിക്കാതെ പറ്റത്തില്ല. തിരുവെഴുത്തിലൂടെ തന്നെ പോയേ പറ്റൂ. എങ്ങനെ നമുക്ക് ദുഷ്ടന്റെ മുമ്പിൽ കുലുങ്ങാതിരിക്കാൻ പറ്റും? അതിന് ചില സ്റ്റെപ്പുണ്ട്. ഒന്ന്, അറിയണം. അത് കൊരിന്തി ലേഖനത്തിൽ ആ വാക്യമുണ്ട്. പിശാചിൻ്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലോ. 2 കൊരിന്ത്യർ 2:10-11. നിങ്ങൾ വല്ലതും ക്ഷമിക്കുന്നവനോട് ഞാനും ക്ഷമിക്കുന്നു. എന്നാൽ ഞാൻ വല്ലതും ക്ഷമിച്ചിരിക്കുന്നു എങ്കിൽ നിങ്ങൾ നിമിത്തം ക്രിസ്തുവിന്റെ സന്നിധാനത്തിൽ ക്ഷമിച്ചിരിക്കുന്നു. സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്, അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലോ. ആമേൻ. ക്ഷമയും തന്ത്രവും ജയവും, 3 കാര്യങ്ങൾ ആ വാക്യത്തിലുണ്ട്. ക്ഷമയാണ് ജയത്തിൻ്റെ താക്കോല്, അക്ഷമയാണ് സാത്താൻ്റെ തന്ത്രം. സ്തോത്രം, 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 സ്തോത്രം. പുറകിലത്തെ അറ്റം വരെ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ? ക്ഷമ, തന്ത്രം, ജയം, 3 സാധനമാണ് അവിടെ കിടക്കുന്നത്. ദൈവവചനത്തെക്കാൾ കൂടിയൊരു പുസ്തകം ഇനി ഇറങ്ങാനില്ല. ഈ ജീവിതകാലം മുഴുവൻ ധ്യാനിച്ചാലും തീരത്തില്ല. അടുത്ത തലമുറ വരുമ്പോൾ ഇതിൻ്റെ ആഴം ഇനിയും പഠിക്കും. കൊരിന്തിൽ ഒരു പ്രശ്നമുണ്ടായി. ആ പ്രശ്നം എന്ന് പറയുന്നത് മഹാവൃത്തികെട്ട പ്രശ്നമാണ്. പക്ഷെ ആ പ്രശ്നം സഭയെ മൊത്തത്തിൽ കലക്കിക്കളഞ്ഞു. ഇപ്പം മലിനജലമാ മൊത്തം. ആരെപ്പോ വർത്താനം പറഞ്ഞാലും ഇങ്ങനത്തെ സാധനം വരുള്ളൂ. മലിനപ്പെട്ടു പോയി മനസ്സ്. അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ വന്നു. അവന്റെ അളിയന്മാര് കാണും ആ ചർച്ചിൽ. 5-ാം അധ്യായം 1-ാം വാക്യത്തിൽ കാണുന്ന ഒരു കക്ഷിയുണ്ട്. അവന്റെ പെങ്ങള് കാണും, പെങ്ങളുടെ ഭർത്താവ് കാണും, അവന്റെ അമ്മയുടെ അനിയത്തിയുടെ മക്കള് കാണും, അപ്പന്റെ ചേട്ടന്റെ മക്കള് കാണും. അപ്പൊ അവനെ സഭയെ വെച്ചോണ്ടിരിക്കണമെന്ന് താല്പര്യമുള്ള ചിലരുണ്ട്. ചുരുക്കി പറഞ്ഞാൽ അതൊരു ഗ്രൂപ്പിസത്തിലേക്ക് പോയി. അപ്പൊ തന്നെ അന്യഭാഷയുണ്ട്, വ്യാഖ്യാനമുണ്ട്, കൃപാവരമുണ്ട്, എല്ലാം ഉണ്ട്. ഒരു ഗ്രൂപ്പിസം ഇതിനകത്ത് വളർന്നു, കയ്പ് വളർന്നു. ഒടുവിൽ പൗലോസ് ഇടപെടേണ്ടി വന്നു. പൗലോസ് പറയുന്നു, 1-ാം ലേഖനത്തിൽ പറയുന്നു, ആ ദുഷ്ടനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കള. രണ്ടാം ലേഖനത്തിൽ പറയുകയാണ്, എന്നാലും ക്ഷമിക്കണം, നാളെ അവൻ തിരിച്ചു വരുമെന്ന് വിചാരിക്കണം, നാളെ അവനെ തിരിച്ചു വരുത്തണം, ഒറ്റയാൾ നശിച്ചു പോകരുത്. കർത്താവ് ക്ഷമിക്കാൻ തയ്യാറാ, നിങ്ങൾ ക്ഷമിക്കാൻ തയ്യാറാണോ? ചോദ്യമാണ്. ബുദ്ധിമുട്ടാണ്, പ്രായോഗിക ജീവിതത്തിൽ ബുദ്ധിമുട്ടാണ്. പ്രായോഗിക ജീവിതത്തിൽ ബുദ്ധിമുട്ടാണ്.
താങ്ക് യു ജീസസ്. എല്ലാവരുടെയും പ്രശ്നം അവരവർക്ക് വലുതാണ്. എല്ലാവരുടെയും പ്രശ്നം അവരവർക്ക് വലുതാണ്. പൗലോസ് അവരോട് പറയുകയാണ്, നിങ്ങൾ വല്ലതും ക്ഷമിക്കുന്നവനോട് ഞാനും ക്ഷമിക്കുന്നു. ഞാൻ വല്ലതും ക്ഷമിച്ചിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ നിമിത്തം ക്രിസ്തുവിൻ്റെ സന്നിധാനത്തിൽ ക്ഷമിച്ചിരിക്കുന്നു. അപ്പം മറ്റേ ആളുടെ വിഷയമാണ്, നിങ്ങൾ ക്ഷമിക്കുകയാണെങ്കിൽ ഞാൻ ക്ഷമിക്കാം, അവൻ തെറ്റ് ചെയ്തു എന്നുള്ളത് ശരിയാ. സാത്താൻ നമ്മെ തോൽപ്പിക്കരുത് എന്ന് പറഞ്ഞാൽ ഈ ഇഷ്യൂ പിന്നെയും പിന്നെയും പൊങ്ങി വന്നിട്ട് സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്. ക്ഷമിച്ചാൽ സാത്താൻ തോക്കും. സ്തോത്രം. ഞാൻ പല സ്ഥലത്ത് പറഞ്ഞു, അത് സോഷ്യൽ മീഡിയയിലൊക്കെ നിങ്ങൾ കേട്ട് കാണും, എന്നാലും ഞാൻ ഒന്നുകൂടെ പറയാം എൻ്റെ അനുഭവം. ഞാനൊരു വീടിൻ്റെ ഫ്രണ്ടിൽ കാർ ഒതുക്കിയിട്ടു. അവിടെ ഇച്ചിരി ഉള്ളിലോട്ട് ഒരു 50 മീറ്റർ കയറി ഒരു വീട്ടിൽ എനിക്ക് പോയി പ്രാർത്ഥിക്കണം. അവിടെ ഒതുക്കിയിടാൻ പാടില്ല, അതിൻ്റെ ഗേറ്റാണ്. പക്ഷേ അന്നേരം അവിടെ കുഴപ്പമില്ലാത്തതുകൊണ്ട് ഇട്ടു. ഞാൻ ആ വീട്ടിൽ ചെന്നിരിക്കുമ്പോൾ വർത്താനം പറയുമ്പോൾ എൻ്റെ ശ്രദ്ധ ഇവിടെയാണ്. പെട്ടെന്ന് ഇവിടെ ഒരു ഓണടി കേൾക്കാം. അവിടെ ഞാൻ ഇരിക്കുന്ന വീട്ടിലെ സഹോദരനോട് പറഞ്ഞു, എൻ്റെ കാർ മാറ്റാനായിരിക്കും പറയുന്നതെന്ന് ഓടിച്ചെല്ലാം പറഞ്ഞു. ഓടിച്ചെന്നപ്പോൾ അയാളങ്ങ് ഭയങ്കരമായിട്ട് ചൂടാവുക, ചീത്ത വിളിക്കുക. അപ്പോൾ ഈ ഓടിപ്പോണ ആളൊരു എയർഫോഴ്സ് റിട്ടയർമാനാണ്, നമ്മുടെ വിശ്വാസി. പുള്ളിയും ചൂടാകാനൊട്ട് മോശമൊന്നുമല്ല. പുള്ളി പറഞ്ഞ് ഞങ്ങളുടെ സീനിയർ പാസ്റ്ററാണ് വന്നിരിക്കുന്നത്. ഏത് സീനിയർ പാസ്റ്റർ ആയാലും എനിക്കെന്നെ. പിന്നെ വായി വന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹവും ഏതാണ്ടൊക്കെ പറഞ്ഞു. അപ്പം ഞാനങ്ങ് ചെന്നു. എനിക്ക് മനസ്സിലായി ഇത് കുഴയും. ഞാൻ ഇറങ്ങി ചെന്നു. ഞാനിങ്ങനെ കൈ കൂപ്പിക്കൊണ്ട് പറഞ്ഞു, റിയലി സോറി. ഉടനെ അയാൾ പറയുക, സോറി എന്ന് പറഞ്ഞാലൊന്നും ഇത് തീരുകയില്ല. ഞാൻ പറഞ്ഞു, സോറി, വെരി സോറി. സോറി എന്ന് പറഞ്ഞാൽ തീരുന്ന വിഷയമാണോ ഇത്? 2 പ്രാവശ്യം കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ പിന്നെ പോയി കേസ് കൊടുക്ക്. എനിക്ക് അന്ന് രാത്രി മുഴുവൻ പിന്നെ ഉറങ്ങാൻ വിഷമമാണ്. ഞാനത് പറയരുതായിരുന്നു. കാരണം ഞാനാ തെറ്റ് ചെയ്തേ. കേസ് കൊടുക്കാതിരിക്കുക അവൻ്റെ ഇഷ്ടമല്ലേ. ഞാൻ അന്ന് രാത്രി കർത്താവിനോട് ക്ഷമ പറഞ്ഞു, കർത്താവേ, എന്നിൽ നിന്ന് അത് വരാൻ പാടില്ല. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ മനസ്സിൽ ചിന്തിച്ചു, അവൻ്റെ വീട്ടിൽ പോകണം, അവനോട് സംസാരിക്കണം എന്നൊക്കെ ഓർത്തിരിക്കുമ്പോൾ ഞാൻ ദൈവത്തോട് ഇത് പറഞ്ഞത് ദൈവം കേട്ടല്ലോ. അവൻ്റെ മനസ്സിന് മാറ്റം വന്നു. അവൻ നമ്മുടെ സഹോദരനെ വിളിച്ചേച്ച് പറഞ്ഞു, നിങ്ങളുടെ പാസ്റ്ററോട് സോറി പറയണം, ഞാൻ അന്നേരം അറിയാതെ അങ്ങ് പറഞ്ഞു പോയതാ. അങ്ങനെ ആ വിഷയം അങ്ങ് തീർന്നു. ഇപ്പം അവൻ അവിടെ ഇല്ല, അവൻ എവിടേക്കോ പോയി, അവനെ കാണാൻ പറ്റിയിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. ഞാൻ അവനോട് ക്ഷമിച്ചപ്പോൾ സാത്താൻ തോറ്റു. ഞാൻ അവിടെ ജയിച്ചാൽ, ഞാൻ ക്ഷമിച്ചപ്പോൾ ഞാൻ തോറ്റു, സാത്താനും തോറ്റു. ഞാൻ അവനെ തോൽപ്പിച്ചാൽ സാത്താൻ ജയിക്കും. ഇതാണ് ഇതിൻ്റെ വേദപുസ്തകത്തിൻ്റെ തത്വം. സഭയിലൊരു ചെറിയ പ്രശ്നം ഉണ്ടായി. അതാണ് കൊരിന്തിലെ പ്രശ്നം. അത് പറഞ്ഞു വെച്ച് 2-ാം ലേഖനത്തിൽ പറയുകയാണ്, നിങ്ങളിപ്പോൾ 2 കക്ഷികളെ കാണുന്നുള്ളൂ. ഒന്ന്, ആ കുഴപ്പം കാണിച്ച് അവൻ്റെ പേര് കുറിയാക്കോസ് എന്നിരിക്കട്ടെ, അവനെയും പിന്നെ ബാക്കിയുള്ള വിശ്വാസികളെ നിങ്ങൾ കാണുന്നുള്ളൂ. എന്നാൽ ഞാൻ 3-മതൊരാളെ കാണുന്നു, പിശാച്. മനസ്സിലായോ? നിങ്ങൾ 2 ഗ്രൂപ്പിനെ കാണുന്നുള്ളൂ, ഞാൻ 3-മതൊരാളെ കാണുന്നു, പിശാച്. അപ്പൊ എല്ലാ വിഷയത്തിൻ്റെയും പുറകിൽ ഒരു 3-മനുണ്ട്. അവനെ ആയിരിക്കണം നമ്മുടെ ടാർഗറ്റ്. ഇവരെ ആരെയും ആയിരിക്കരുത്. ഇവര് തൽക്കാലം ജയിച്ചോട്ടെ, പക്ഷെ ഇവൻ ജയിക്കരുത്. മനസ്സിലായോ വചനം? സ്തോത്രം. മനുഷ്യര് ജയിച്ചോട്ടെ, പക്ഷെ സാത്താൻ ജയിക്കരുത്. സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്. സാത്താൻ നമ്മെ തോൽപ്പിക്കുന്നത് എപ്പോൾ? നമ്മൾ ക്ഷമിക്കാതിരിക്കുമ്പോൾ.
നമ്മൾ ക്ഷമിക്കുമ്പോൾ സാത്താൻ തോക്കുകയാണ്. നമ്മൾ വിട്ടുകളയുമ്പോൾ സാത്താൻ തോക്കുകയാണ്. ഈ വർഷത്തിൽ നമ്മുടെ വിഷയത്തിൽ സാത്താൻ ജയിക്കരുത്. ഈ വർഷത്തിൽ നമ്മുടെ കുടുംബത്തിൽ സാത്താൻ ജയിക്കരുത്. ഈ വർഷത്തിൽ നമ്മുടെ സഭയിൽ സാത്താൻ ജയിക്കരുത്. ഈ വർഷത്തിൽ ഇന്ത്യയിൽ സാത്താൻ ജയിക്കരുത്. സാത്താൻ നമ്മെ തോപ്പിക്കരുത്. തന്ത്രങ്ങളെ നാം അറിയാത്തവർ അല്ലല്ലോ. അറിയാത്തവരല്ലല്ലോ എന്ന് പറഞ്ഞാൽ ഉൽപ്പത്തി പുസ്തകം മുതൽ അവൻ്റെ തന്ത്രം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടെന്നാണ് പൗലോസ് പറയുന്നത്. പക്ഷേ അറിഞ്ഞിട്ടില്ല. അറിയണം എന്ന് വേണമെങ്കിൽ ആ വാക്കിനെ നമുക്ക് മാറ്റാം. അവൻ്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയണം. ആമേൻ. പിശാച് നമ്മളെ തൊടത്തില്ല, പക്ഷേ പിശാച് തന്ത്രങ്ങളാൽ നമ്മളെ കുഴയ്ക്കും. തന്ത്രങ്ങൾ ഭീകരമാണ്. എവിടുന്നാ വന്നതെന്നറിയത്തില്ല. തന്ത്രമായിരിക്കും. നമുക്ക് പിടികിട്ടാത്ത പോലെയായിരിക്കും സാത്താൻ്റെ പ്രവർത്തനം. സ്തോത്രം, 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 സ്തോത്രം. അവൻ്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയണം. അപ്പോൾ കൊരിന്തിൽ വന്നതായ പ്രശ്നം ആ സഭയെ സമൂഹത്തിൽ നിന്ദാപാത്രമാക്കാൻ പിശാച് കൊണ്ടുവന്ന ഒരു തന്ത്രമായിരുന്നു. അതൊരു വ്യക്തിയുടെ ഇഷ്യൂ അല്ല. നമ്മൾ അവന് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിച്ച് അവൻ്റെ കുടുംബം കലങ്ങിപ്പോകാതെ നിലനിർത്തണം എന്നാണ് പോൾ ഇവിടെ പ്രബോധിപ്പിക്കുന്നത്. അല്ലെങ്കിൽ സാത്താൻ ജയിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഒന്നാമത്തേത് അറിയുക. ഏത് വിഷയത്തിലും ഒരു സാത്താൻ്റെ കൈയുണ്ടെന്നറിയുക. ഏത് വിഷയത്തിലും സാത്താൻ്റെ ഒരു സ്വാധീനമുണ്ടായിരിക്കും എന്ന് ഒരറിവ് നമ്മുടെ അകത്ത് ഉണ്ടാകട്ടെ. സ്തോത്രം. വീണ്ടും മുമ്പോട്ട് പോകുമ്പോൾ ദുഷ്ടൻ്റെ മുൻപിൽ കുലുങ്ങാതിരിപ്പാൻ തിരുവെഴുത്തെന്താണ് നമ്മോട് പറയുന്നത്? തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 18, അതെ, വാക്യം 18. അതുകൊണ്ട് നിങ്ങളുടെ അടുക്കൽ വരുവാൻ ഞങ്ങൾ വിശേഷാൽ പൗലോസായ ഞാൻ 1-2 പ്രാവശ്യം വിചാരിച്ചു, എന്നാൽ സാത്താൻ ഞങ്ങളെ തടുത്തു. സ്തോത്രം. പതിനേഴാം വാക്യം കൂടെ. സഹോദരന്മാരെ, ഞങ്ങൾ അല്പനേരത്തേക്ക് ഹൃദയം കൊണ്ടല്ല മുഖം കൊണ്ട് നിങ്ങളെ വിട്ടുപിരിഞ്ഞിട്ട് ബഹുകാംക്ഷയോടെ നിങ്ങളുടെ മുഖം കാണുവാൻ ഏറ്റവും അധികം ശ്രമിച്ചു. അതുകൊണ്ട് നിങ്ങളുടെ അടുക്കൽ വരുവാൻ ഞങ്ങൾ വിശേഷാൽ പൗലോസായ ഞാൻ 1-2 പ്രാവശ്യം വിചാരിച്ചു, എന്നാൽ സാത്താൻ ഞങ്ങളെ തടുത്തു. പൗലോസ് അവരുടെ അടുത്തേക്ക് ചെല്ലാൻ വൈകി എന്ന് പറഞ്ഞ് പൗലോസിനോട് ഒരു ചെറിയ അകൽച്ച ഇവരിൽ ചിലരുടെ ഹൃദയത്തിൽ വന്നു. ഒത്തിരി കഷ്ടപ്പാട് സഹിച്ച ഒരു സഭയാണ്. ജെയ്സൺ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ വീട്ടിലാണ് ഈ കൂട്ടായ്മ ആരംഭിച്ചത്. മലയാളം ബൈബിളിൽ യാസോൻ എന്ന് എഴുതിയിരിക്കുന്നു. ആ കൂട്ടായ്മയ്ക്കിടയ്ക്ക് ഭയങ്കര പ്രശ്നം ഉണ്ടായി. പൗലോസ് രാത്രിയിൽ അവിടെ നിന്ന് ഓടിപ്പോയതാണ്. പക്ഷെ ചർച്ച അവിടെ വളർന്നു. അപ്പോൾ പൗലോസ് അവരുടെ അടുത്തേക്ക് കൂടെ കൂടെ വരണം എന്നവർക്ക് ആഗ്രഹമുണ്ട്. എന്നാൽ വരാൻ ഒരു തടസ്സം നേരിട്ടു. അപ്പോഴേക്കും തെറ്റിദ്ധാരണയായി, ഹൃദയം കൊണ്ട് അകൽച്ചയായി. ഇപ്പോൾ പൗലോസ് പറയുകയാണ്, സാത്താൻ ഞങ്ങളെ തടുത്തു. അപ്പം ഇവിടെ ഈ 2 വ്യക്തികളെ മാത്രമേ കാണുന്നുള്ളൂ, സാത്താനെ ആരും കാണുന്നില്ല. സാത്താനാണ് ഞങ്ങളെ തടുത്തതെന്ന് പൗലോസിനെ പോലെ ഒരാൾ പറയുമ്പോൾ അതൊരു യാഥാർത്ഥ്യമല്ലേ?
പൗലോസിനെ പോലെ വേദം അറിയാവുന്ന, പരിശുദ്ധാത്മ നിറവുള്ള, പ്രവചനമുള്ള, ദർശനമുള്ള, വെളിപ്പാടുള്ള, എല്ലാം കൊണ്ടും തികവുറ്റ ദൈവദാസന. അദ്ദേഹത്തെ സാത്താനെ തടയാൻ പറ്റുമോ? തടഞ്ഞു. സാത്താൻ ഞങ്ങളെ തടുത്തു. അപ്പം ഏതൊരു സംഭവത്തിൻ്റെ പുറകിലൊരു പൈശാചിക കൈയുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിക്കണം. തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിക്കണം. സ്തോത്രം. ആമേൻ. ഏത് വിഷയത്തിൻ്റെ മുൻപിലും ഒരു സാത്താന്യകരം പുറകിൽ കാണാം എന്ന ചിന്തയോടുകൂടി പ്രാർത്ഥിച്ച് നാം അതിനെ ജയിച്ചില്ലെങ്കിൽ അവിടെ പരാജയം അടുത്ത് നിൽക്കുകയാണ്. ദുഷ്ടൻ്റെ മുമ്പിൽ കുലുങ്ങിപ്പോകാതിരിക്കാനുള്ള മാർഗം എന്ന് പറഞ്ഞാൽ, എത്ര സീനിയർ പാസ്റ്റർ ആണെങ്കിലും, എത്ര വചനമറിയാവുന്ന ആളാണെങ്കിലും അദ്ദേഹത്തെയും സാത്താന് തടയാൻ പറ്റും. ഇതൊരു തിരിച്ചറിവാണ്. പൗലോസ് പറയും, ഞങ്ങളെ തടഞ്ഞു, അതുകൊണ്ടാണ് ഡിലേ ആയിപ്പോയത്, മനഃപൂർവ്വമല്ല എന്ന് പറയാൻ താൻ ആഗ്രഹിച്ചു. സ്തോത്രം. വീണ്ടും മുമ്പോട്ട് പോകാം. എഫേസ്യ ലേഖനത്തിൽ പ്രസിദ്ധമായ ആ ചാപ്റ്ററിലേക്ക് നമുക്ക് വരാം. 6-ാം അധ്യായം. പത്ത്, 11, 12. ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവേൻ. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുവേൻ. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിപ്പിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം എടുത്തുകൊള്ളുവേൻ. ആമേൻ. ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ. പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കുവാൻ കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവീൻ. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർത്ത് നിൽക്കുവാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽക്കുവാനും കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധവർഗം എടുത്തുകൊള്ളുകയും. ഇവിടെ 2 നിൽപ്പിനെ കുറിച്ച് പറയുന്നു. 1 എതിർത്ത് നിൽക്കുക, 2 ഉറച്ചു നിൽക്കുക. ദുഷ്ടൻ്റെ മുമ്പിൽ കുലുങ്ങിപ്പോകാതിരിക്കുവാൻ, ഉറച്ചു നിൽക്കുവാൻ, എതിർത്ത് നിൽക്കുവാനുള്ള മാർഗമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇത് പ്രസിദ്ധമാണ്. ഈ വാക്യം എല്ലാ സഭകളിലും വായിക്കുകയും ചിലയിടത്തെല്ലാം ഭിത്തിയിൽ എഴുതി വെക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതൊന്ന് പ്രായോഗികമാക്കാനായിട്ടുള്ള ഒരു ചെറിയ വചനധ്യാനം കൂടെ നടത്തിയിട്ട് പ്രാർത്ഥിക്കാൻ പോവുക. ഒന്നാമത്തെ കാര്യം, ഈ ഒടുവിലെന്ന് പറഞ്ഞാൽ എന്താ? ഒടുവിലെന്ന് പറഞ്ഞാൽ എന്താന്നുള്ളത് അറിഞ്ഞില്ലെങ്കിൽ മുമ്പോട്ട് പോകാൻ പറ്റുകയില്ല. ഒടുവിൽ ചെയ്യേണ്ട കാര്യമാണിത്. ആദ്യം ചെയ്യേണ്ടത് 5-ാം അധ്യായം 15 മുതൽ വായിക്കണം. കുറഞ്ഞ പക്ഷം 1 മുതൽ വായിക്കേണ്ടതാണ്. ആകയാൽ വായിക്കേണ്ട, ഞാൻ ഒത്തിരി വായിക്കണമല്ലോ, അതുകൊണ്ട് ഞാനങ്ങ് പറഞ്ഞു പോകാം. സൂക്ഷ്മതയോടെ, അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ടത്രേ നടക്കാൻ നോക്കൂ. ഇത് ദുഷ്കാലമാണ്. സമയം തക്കത്തിൽ ഉപയോഗിക്കുകയും ബുദ്ധിഹീനരാകാതെ
കർത്താവിൻ്റെ ഇഷ്ടമിന്നതെന്ന് ഗ്രഹിച്ചു കൊള്ളുവീൻ. വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പുണ്ടാകുമല്ലോ. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചു നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവവും പിതാവുമായവന് എല്ലായ്പ്പോഴും എല്ലാറ്റിനു വേണ്ടിയും സ്തോത്രം ചെയ്തുകൊള്ളുകയും. ഇങ്ങനെ പറഞ്ഞു വന്നിട്ടാണ് ഒടുവിലത്തെ കാര്യം പറയുന്നത്. അപ്പം ഇനിയും പറയുന്നത് മുഴുവൻ പ്രായോഗികമാണ്. വാക്യം 22, ഭാര്യമാരെ കർത്താവിന് എന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുകയും. വീണ്ടും താഴോട്ട് വരുമ്പോൾ, ഭർത്താക്കന്മാരെ ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കുകയും. വീണ്ടും മുമ്പോട്ട് വരുമ്പോൾ, മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിക്കുകയും. 4-ാം വാക്യത്തിൽ വരുമ്പോൾ, പിതാക്കന്മാരെ നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കരുത്. ഇങ്ങനെ പ്രായോഗികമായി ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുകയും. ഇതിൻ്റെ ഈ ഒരു ഭാഗം പറയുന്നതിൻ്റെ തുടക്കത്തിലും ഒടുക്കത്തിലും ആത്മാവിനെ കുറിച്ചാണ് പറയുന്നത്. 5:18-19 വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പുണ്ടാകുമല്ലോ. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും. കുടുംബജീവിതത്തിലേക്കൊക്കെ കടക്കുന്നതിന് മുമ്പ് പറയുകയാണ് ആത്മാവിൽ നിറയുക. ഇതൊരു കൽപ്പനയായിട്ടാണ് കിടക്കുന്നത്. ഇംഗ്ലീഷിൽ വായിച്ചാൽ അതൊരു കൽപ്പനയാണ്, ആത്മാവിൽ നിറയുക. അത് കഴിഞ്ഞിട്ട് അതുകൊണ്ടൊന്ന് അവസാനിപ്പിക്കുമ്പോൾ 6:10 കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുകയും. മോളി പറഞ്ഞിരിക്കുന്ന കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഭാര്യ ഭർത്താവിന് കീഴ്പ്പെടുന്നതും ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുന്നതും വീട്ടിലെ കാര്യവും പരിസരത്തിലെ കാര്യം എല്ലാം പറയുന്നുണ്ടെന്ന്. ഇതിൻ്റെ തുടക്കത്തിലും ഒടുക്കത്തിലും ആത്മനിറവാണ്. ഞാൻ വളരെ വൈകി മനസ്സിലാക്കിയൊരു സത്യം പറയാം. ഒരു ജയകരമായ ക്രിസ്തീയ ജീവിതത്തിന് പരിശുദ്ധാത്മ നിറവില്ലാതെ സാധ്യമല്ല. പരിശുദ്ധാത്മ നിറവെന്ന് പറയുന്നത് ഈ പാട്ട് പാടുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭവമല്ല, അതിനും അപ്പുറമാണ്. ലൂക്കോസ് 4-ാം അധ്യായം 1 മുതൽ ആ കാര്യം പറയുന്നുണ്ട്. അവിടെ യേശു ആത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ടു മടങ്ങി. ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. അത് ആംപ്ലിഫൈഡ് ഇംഗ്ലീഷ് ബൈബിളിൽ വായിക്കുമ്പോൾ അവൻ സ്പിരിറ്റ് കൺട്രോൾഡായി എന്നാണ് എഴുതിയിരിക്കുന്നത്. ഫിൽഡ് വിത്ത് ഹോളി സ്പിരിറ്റ് ആൻഡ് കൺട്രോൾഡ് ബൈ ദ ഹോളി സ്പിരിറ്റ് ആൻഡ് ലെഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്. 3 വാക്കാണ് ഈ ആംപ്ലിഫൈഡ് വേർഷനിൽ കിടക്കുന്നത്. അതാണ് കറക്റ്റ്. ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ് ആൻഡ് കൺട്രോൾഡ് ബൈ ദ ഹോളി സ്പിരിറ്റ് ആൻഡ് ലെഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്. യേശുവിൻ്റെ കാര്യമാണ്. അപ്പോൾ പിശാചിനെ എതിർക്കാൻ മേൽ പറയപ്പെട്ട കുറച്ച് ക്രിയകളല്ല പ്രധാനമായിരിക്കുന്ന ആത്മനിറവാണ്. ആത്മനിറവെന്ന് പറയുന്നതിൽ ഒരല്പം കൂടെ ഭേദഗതി ചെയ്യണം. പാട്ടുപാടുമ്പോഴുണ്ടാകുന്ന ഒരു അനുഭവമല്ല, എപ്പോഴും ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു ജീവിതം. സ്പിരിറ്റ് കൺട്രോൾഡ് ക്രിസ്ത്യൻ ലൈഫ്. അതിലേക്ക് വന്നാലേ ഈ പറഞ്ഞതെല്ലാം ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആത്മാവിൽ പൂർണ്ണമായി നിറയുന്ന അനുഭവം. അതിനൊരു എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത് വീഞ്ഞു കുടിച്ച് മത്തരാകരുത്. അപ്പോൾ വീഞ്ഞു കുടിച്ചാൽ മത്തരാകുന്നത് എങ്ങനെയാണ്? ഇച്ചിരി കുടിക്കുമ്പോഴല്ല, കൂടുതൽ കുടിക്കുമ്പോഴാണ്. വീണ്ടും കുടിക്കുമ്പോൾ
ആ സാധനം അവൻ്റെ തലച്ചോറിനെ ബാധിക്കും, അവൻ്റെ ഞരമ്പുകളെ ബാധിക്കും, അവൻ്റെ സംസാരത്തെ ബാധിക്കും, അവൻ്റെ നടപ്പിനെ ബാധിക്കും. അവൻ കുടിച്ച വീഞ്ഞ് അവൻ്റെ കാലുകളെ ബാധിക്കും, അവൻ്റെ കൈകളെ ബാധിക്കും, അവൻ്റെ നോട്ടത്തെ ബാധിക്കും, അവൻ്റെ ശബ്ദത്തെ ബാധിക്കും. പിന്നെ അവനെ നയിക്കുന്നത് ആ ലഹരിയാണ്, മദ്യമാണ്. അത് ചിലപ്പോൾ ഒരു 3 മണിക്കൂർ, 4 മണിക്കൂർ, 6 മണിക്കൂറൊക്കെ നിൽക്കും മദ്യത്തിൻ്റെ ലഹരി. ഇതുപോലെ നിങ്ങൾ ആത്മാവിൽ നിറയണമെന്നാണ് ഈ വാക്യം. ശരിക്കും അങ്ങനെയാണ്. ഇങ്ങനെ അതിനെ തർജ്ജമ ചെയ്യാം. നിങ്ങൾ വീഞ്ഞു കുടിച്ചല്ല മത്തരാകേണ്ടത്, നിങ്ങൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞാണ് മത്തരാകേണ്ടത്. അപ്പോൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് മത്തരാകുക എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് നമ്മെ അങ്ങോട്ട് നിയന്ത്രിക്കുന്ന ലെവലിലോട്ട് വരിക. പാട്ടുപാടുന്ന കാര്യമല്ലത്. നമ്മുടെ ലൈഫിനെ കംപ്ലീറ്റ് ആത്മാവ് കൺട്രോൾ ചെയ്യുന്ന നിലയിലോട്ട് വരിക. അപ്പോൾ മാത്രമേ പിശാചിനോട് എതിർത്ത് നിൽക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആത്മനിറവ് പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ലെവൽ എന്താണ്? സ്തോത്രം. ഞാൻ പല സ്ഥലങ്ങളിൽ ചോദിച്ചിട്ട് വീഞ്ഞു കുടിച്ചിട്ടുള്ളവരൊക്കെ കൈപൊക്കാൻ, ഇവിടെ ഞാൻ ചോദിക്കുന്നില്ല. ധാരാളം പേര് നേരത്തെ മദ്യപിച്ചിട്ടുള്ളവരിവിടെ കാണും. മദ്യപിക്കുന്ന ആളുകൾ ഭയങ്കര സന്തോഷം അവർക്ക്, അവരുടെ ദുഃഖം എല്ലാം അങ്ങ് മറക്കുക എന്നാണ് അവർ പറയുന്നത്. ഭയങ്കര എനർജിയാണ്, ഭയങ്കര ധൈര്യമാണ്. മിക്കവാറും പേര് മദ്യപിച്ച് കഴിഞ്ഞാൽ പാട്ട് പാടും. ട്യൂണൊന്നും ഉണ്ടായിട്ടില്ല, അങ്ങ് പാടുക. ഭയങ്കര സ്നേഹമാണ് മദ്യപിച്ച് കഴിയുമ്പോൾ. ഈ ഒരു ഇതിനോട് ഉപമിച്ച് എന്താ ഈ ആത്മനിറവിനെ പറയുന്നേ? അപ്പോസ്തല പ്രവൃത്തി 2 അങ്ങനെ പറയുന്നുണ്ട്. അവർ പൊതുവീഞ്ഞ് കുടിച്ച പോലെ ഇരിക്കുന്നല്ലോ. അപ്പം നമ്മളെ അതുപോലെ ബാധിക്കുന്ന ഒരു അനുഭവമാണ് ആത്മനിറവ്. നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും പൂർണ്ണമായിട്ട് നിയന്ത്രിക്കുന്ന ഒരു അനുഭവമാണ് ആത്മനിറവ്. ഹല്ലേലൂയ. ഈ സഭയിലെ ദൈവമക്കൾ പരിശുദ്ധാത്മ നിറവിനെ അനുഭവിക്കുന്നവരും വിശ്വസിക്കുന്നവരും ആരാധിക്കുന്നവരുമാണെന്ന് എനിക്കറിയാം. അടുത്തൊരു ലെവലിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ഇന്ന് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. സ്തോത്രം. ഇന്നലെ ഒരു ദൈവദാസനായിട്ട് സംസാരിക്കുക, കോട്ടയത്ത് നിന്ന് വീട്ടിൽ വന്നതാണ്. സുവിശേഷ വിരോധികൾ മാത്രമുള്ള ഒരു ഗ്രാമത്തിൽ ട്രാക്റ്റ് കൊടുക്കാൻ പോയപ്പോൾ അവരൊരു 3-4 പേര് കൂടി ഇവരെ പിടിച്ചു. ഇവർ 3 ഉപദേശിമാരാണ്. പിടിച്ചു, അവരടിക്കും. ഈ ഗ്രാമത്തിൽ കയറാൻ നിങ്ങളോട് ആരാ പറഞ്ഞേ എന്ന് പറയുമ്പോൾ അതിനകത്ത് ആത്മനിറവുള്ള ഒരു ചെറുപ്പക്കാരൻ പറയുകയാണ്, നിങ്ങളുടെ വീട്ടിലിപ്പോൾ എന്നാ നടക്കുന്നതെന്ന് നോക്കാൻ പറഞ്ഞു. അപ്പം തൊട്ടപ്പുറത്ത് അവരുടെ വീട്ടിലൊരു സ്ത്രീ കിടന്ന് അലറിക്കരയുക. ചെന്ന് നോക്ക, എന്നിട്ട് ഞങ്ങളെ തല്ലാം. ചെന്ന് നോക്കിയപ്പോൾ ഭ്രാന്ത് പിടിച്ച് ചങ്ങലയ്ക്ക് കെട്ടിയിട്ടിരുന്ന ഒരു സ്ത്രീ, എന്നെ ഒന്ന് അഴിച്ചുവിടെന്ന് പറയുക. ഈ മനുഷ്യൻ ഇവിടെ ഒന്ന് പറഞ്ഞു, ആ സ്ത്രീക്ക് സൗഖ്യമായിരിക്കുക, ഞങ്ങളെ തല്ലുന്നത് പിന്നെ മതി എന്ന് പറഞ്ഞു. മനസ്സിലായോ? അവരെ 3 പേരെ അന്ന് അടിച്ച് ശരിയാക്കേണ്ടതായിരുന്നു. പറഞ്ഞ കാര്യം കറക്റ്റായിരുന്നു. ആ സ്ത്രീക്ക് സൗഖ്യമായി. അപ്പോൾ പിന്നെ അടിക്കുമോ? ഇതാണ് പെന്തക്കോസ്ത് എന്ന് പറയുന്നത്. പരിശുദ്ധാത്മ നിറവിൽ കാര്യങ്ങൾ മൂവ് ചെയ്താൽ എതിർക്കുന്നവർക്കും നിൽക്കാൻ പറ്റുകയില്ല. സ്തോത്രം. എത്ര പേര് പരിശുദ്ധാത്മ നിറവ് പ്രാപിച്ചിട്ടുണ്ടെന്ന് ഞാനിപ്പോൾ ചോദിക്കുന്നില്ല. നിങ്ങളെല്ലാവരും പ്രാപിച്ചു എന്ന് ഞാനങ്ങ് വിശ്വസിക്കുക. പക്ഷെ ഞാൻ പിന്നെയും നിങ്ങളെ നിർബന്ധിക്കുന്നു, കുറച്ചുകൂടെ ഒരു ആത്മനിറവിലേക്ക് വരണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. മദ്യപിക്കുന്ന ആളുകളോട് ചോദിച്ചേ, നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്നാ? ഇച്ചിരൂടെ കിട്ടണം. അവർ വേണേ കയ്യെ കിടക്കുന്ന വാച്ചൂരി കൊടുത്തേച്ച് കുടിക്കും. കാശില്ലെങ്കിൽ കാറ് പണയം വെച്ചു കുടിക്കും. മതിയേന്ന് പറയുന്ന ആരുമില്ല. ഇത് തന്നെ ആത്മനിറവ്. ആത്മനിറവ് ഒരിക്കലും മതിയാകത്തില്ല.
സ്തോത്രം, 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 സ്തോത്രം. ഇതിനെക്കുറിച്ച് നമ്മെ പഠിപ്പിക്കുന്ന എസെക്കിയേലാണ്. 1, 2, 3, 4 ലെവലാ പറയുന്നത്. നരിയാണിയോളം, മുട്ടോളം, അരയോളം നീന്തിയിട്ടല്ലാതെ കിടക്കാൻ മേലാത്ത അനുഭവം. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ പിശാചിൻ്റെ മുമ്പിൽ പതറിപ്പോയെങ്കിൽ തന്നെ കംപ്ലീറ്റ് സൗഖ്യമാകും ആത്മനദിയിലോട്ട് ഇന്ന് ഇറങ്ങാമെങ്കിൽ. അതൊരു ആവേശമൊന്നുമല്ല. എത്ര പറഞ്ഞാലും ഈ വിഷയത്തിലൊരു വൻ പരാജയം കേരളത്തിലുണ്ട്. നിങ്ങളതിൽ ഒരു പരിധി വരെ രക്ഷപ്പെട്ടു നിൽക്കുന്നു. ഈ ആത്മനിറവിലോട്ട് ദൈവജനത്തെ വിടത്തില്ല. പ്രസംഗം തിയോളജി അതങ്ങ് ഓവറായിട്ട് പോവുക. വളരെ നന്നായിട്ട് ബൈബിൾ ക്ലാസ് ഒക്കെ എടുക്കുന്ന ആളുകളെ എനിക്കറിയാം. പക്ഷെ അഭിഷേകത്തിലോട്ട് ജനത്തെ വിടത്തില്ല. മനഃപൂർവ്വം അല്ല, ആരും അറിഞ്ഞുകൊണ്ടാണോ എന്നറിയാൻ മേലെ, എങ്ങനെയോ. സ്തോത്രം. ചിലർ തീ കെടുത്തുന്നവരാ. അവർ നല്ല ടീച്ചിങ്ങാണ്, പക്ഷെ തീ കെടുത്തേച്ച് പോകും. ഫയർ എഞ്ചിൻ എന്ന പേര്, പക്ഷെ അതിനകത്ത് ഫയർ അല്ല, വെള്ള അല്ലേ? പേരെന്നതാ? ഫയർ എഞ്ചിൻ. ഇതുപോലെയാ ചിലര്. അവർ പറഞ്ഞു പിടിച്ചു വരുമ്പോൾ ഉള്ള തീ അങ്ങ് കെടുത്തു. സൂമിൽ എന്നെ ഒരു ബൈബിൾ ക്ലാസ്സിന് പ്രസംഗിക്കാൻ വിളിച്ചു. ഇൻട്രഡക്ഷൻ പറഞ്ഞപ്പോൾ പറയുക, ഇന്ന് നമ്മുടെ മധ്യ വചനം ശുശ്രൂഷിക്കുന്ന ദൈവദാസൻ വചനം പറയുന്ന ആളാ, അല്ല ചുമ്മാ കുറെ അന്യഭാഷ പറയുന്ന ആളല്ല. ആ രണ്ടാമത് പറഞ്ഞ വാക്ക് എന്തിനാ? ചുമ്മാതെ അന്യഭാഷ പറയാൻ പറ്റുമോ? അപ്പോൾ ആ അനുഭവത്തെ കെടുത്തി. അത് ഇഷ്ടമുള്ള കുറെ പേര് ഇരിപ്പുണ്ട്. അപ്പോഴേ തീ കെട്ടു. ആ മീറ്റിങ്ങിന്റെ ഫയർ പോയി. അതിന് പ്രതികരിക്കണമെന്ന് എൻ്റെ മനസ്സിൽ തോന്നി. ദൈവാത്മാവ് പറഞ്ഞു, ആ സബ്ജക്റ്റ് വിട്ടേര്, നീ അത് മറന്നു വന്നാലേ ശുശ്രൂഷിക്കാൻ ഒക്കുള്ളൂ. അപ്പോൾ ഈ ആത്മനിറവിൻ്റെ ഒരു അനുഭവം കുറെ കൂടെ പൂർണ്ണമാകണം, കുറെ കൂടെ സക്സസ് ആവണം. നമ്മുടെ ചിന്തകളെയും നമ്മുടെ കണ്ണിനെയും നമ്മുടെ ചെവിയെയും നമ്മുടെ മനസ്സിനെയും മുഴുവനും ആത്മാവ് സ്വാധീനിക്കണം. അപ്പൊ ഈ എസെക്കിയേൽ പറയുന്ന നദിയുടെ അനുഭവം കാൽപാദം വരെയാണ് ആദ്യം. ഞാൻ ഈ ദിവസങ്ങളിൽ പിന്നെ അത് വായിച്ചു നോക്കി. വെള്ളം കൂടുന്നില്ല, വെള്ളം അതേ ലെവലിൽ തന്നെ കിടക്കുക. ഈ വ്യക്തി ഇറങ്ങി ചെല്ലുന്നതാ. ഇപ്പൊ ഇത്രയായി, ഈ ലെവലിലായി. വീണ്ടും ഇറങ്ങുമ്പോൾ വെള്ളം പിന്നെയും പൊങ്ങുക, വീണ്ടും ഇറങ്ങുമ്പോൾ വെള്ളം പിന്നെയും പൊങ്ങുക. ആത്മനിറവ് ഇങ്ങനെയാ. ദൈവത്തിന്റെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു. അത് ഇന്നലെ അല്ല നിറഞ്ഞത്, അത് അന്നേ നിറഞ്ഞിരിക്കുക. നീ ഇന്ന് ഇച്ചിരൂടി ഇറങ്ങിയാൽ നിനക്കൊരു പുതിയ അനുഭവമാ. ഇച്ചിരൂടി ഇറങ്ങിയാൽ ഒരു പുതിയ അനുഭവമാ. സ്തോത്രം, സ്തോത്രം. ഇറങ്ങാൻ തയ്യാറാണോ? ഇറങ്ങാൻ തയ്യാറാണോ? ആത്മനിറവ് എല്ലാവരും ഒരുപോലെ ആയിരിക്കണമെന്നില്ല. ചിലര് നൃത്തം ചെയ്തെന്നിരിക്കും, ചിലർ താഴെ വീണെന്നിരിക്കും, ചിലർ കൈകൊട്ടിയെന്നിരിക്കും. ഇതൊന്നും നിർബന്ധമൊന്നുമില്ല. ഒരാളെ പോലെ വേറൊരാളാണോ നിർബന്ധിക്കാൻ മേല. എന്നാൽ ഇതിന്റെ അനുഭവം വ്യത്യസ്തമാണ്. അപ്പൊ പിശാചിനോട് എതിർത്ത് നിൽക്കണമെങ്കിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടണം. വീഞ്ഞു കുടിച്ചല്ല മത്തരാകേണ്ടത്, ആത്മാവ് നിറഞ്ഞാണ് മത്തരാകേണ്ടത്. ആത്മനദിയിലേക്ക് ഇറങ്ങാനായിട്ട് ഒരു വിനയം നമുക്കുണ്ടെങ്കിൽ, ഒരു താഴ്മ നമുക്കുണ്ടെങ്കിൽ, ഇന്ന് ഒരു നെക്സ്റ്റ് ലെവൽ അനോയിന്റിംഗിലേക്ക് കർത്താവ് ഈ സഭയെ നടത്തും. ഹല്ലേലൂയ. പ്രവാചകന്മാർ ഇതിനകത്തുനിന്ന് എഴുന്നേൽക്കും, പ്രവാചകിമാർ ഇതിനകത്തുനിന്ന് എഴുന്നേൽക്കും. കൃപാവരങ്ങളുടെ ഒരു പുത്തൻ തലം ഓപ്പറേറ്റ് ചെയ്യപ്പെടും. സാത്താന്യ മേഖലകൾക്കെതിരെ ശക്തമായ യുദ്ധം ചെയ്യാൻ കഴിവുള്ള പ്രാപ്തന്മാരായ ആളുകളെ ദൈവം ഇതിനകത്തുനിന്ന് എഴുന്നേൽപ്പിക്കും. നദിയിലേക്ക് ഇറങ്ങാൻ എത്ര പേര് തയ്യാറാണ്? ഹല്ലേലൂയ.
ഹല്ലേലൂയ. ആത്മനിറവിൻ്റെ ആഴമുള്ള അനുഭവത്തിനായിട്ട് നമുക്കിന്ന് പകലിൽ നമ്മെ തന്നെ വിട്ടുകൊടുക്കാം. നമ്മുടെ ശരീരത്തെ വിട്ടുകൊടുക്കാം, നമ്മുടെ മനസ്സിനെ വിട്ടുകൊടുക്കാം. കർത്താവേ, ഞങ്ങളെല്ലാവരെയും ഇന്ന് രാവിലെ ഒന്നുകൂടെ നിറയ്ക്കുമാറാകണമേ. സ്തോത്രം, 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 സ്തോത്രം. എല്ലാവരും അതിനുവേണ്ടി ഒന്ന് ഒരുങ്ങി ഹൃദയം ഒന്ന് ഒരുക്കി ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവ്, ഇന്നലെ വരെ ഉള്ളതിനേക്കാൾ ഒരു ലെവലും കൂടെ ഒന്ന് ആത്മനദിയുടെ അനുഭവം എന്നെ ഒന്ന് സ്വാധീനിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങളെ ജീവജല നദി സ്വാധീനിക്കാമെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരെ സ്വാധീനിക്കും. മെസ്സേജിന്റെ രത്ന ചുരുക്കം ഇതാണ്. നിങ്ങളെ പരിശുദ്ധാത്മ നദി കംപ്ലീറ്റ് സ്വാധീനിക്കാമെങ്കിൽ നിങ്ങൾ ആയിരങ്ങളെ സ്വാധീനിക്കും. എന്നെ നിയന്ത്രിക്കാൻ പരിശുദ്ധാത്മാവിന് കഴിയുമെങ്കിൽ എനിക്ക് ഈ ലോകത്തെ നിയന്ത്രിക്കാൻ പറ്റും. പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ട ഒരു വ്യക്തിക്ക് അവന്റെ സമൂഹത്തെ നിയന്ത്രിക്കാൻ പറ്റും. പരിശുദ്ധാത്മാവിനാൽ കൺട്രോൾ ചെയ്യപ്പെടുന്ന ഒരു വ്യക്തിക്ക് അവന്റെ സമൂഹത്തെ കൺട്രോൾ ചെയ്യാൻ കഴിയും. ഹല്ലേലൂയ. പഴയ നിയമത്തിൽ പാവപ്പെട്ട ഒരു ദാനിയേൽ എന്ന ഉപദേശി ഇരുന്ന് പ്രാർത്ഥിച്ചു. ഭരണകർത്താക്കൾക്ക് പോലും അഡ്വൈസ് കൊടുക്കത്തക്ക നിലയിലേക്ക് ദാനിയേൽ ഉയർത്തപ്പെട്ടു. ജോസഫ് എന്ന ഒരു മനുഷ്യൻ പഴയ നിയമത്തിൽ പ്രാർത്ഥിച്ചു. ഫറവോൻ അഡ്വൈസ് കൊടുക്കത്തക്ക നിലയിൽ അവൻ ഉയർത്തപ്പെട്ടു. അങ്ങനെയൊക്കെ ഒരു തലം ഇന്ത്യയിൽ ഒന്ന് ഓപ്പൺ ആയേ പറ്റത്തുള്ളൂ. ഇന്ത്യയുടെ ഭരണകർത്താക്കൾക്ക് ഡയറക്ഷൻ കൊടുക്കാൻ കഴിയുന്ന അഭിഷിക്തന്മാർ എറണാകുളം പട്ടണത്തിൽ നിലനിൽക്കണം. ഹല്ലേലൂയ. കർത്താവേ, അവിടുത്തെ ആത്മാവിനെ അളവ് കൂടാതെ ഈ കൂട്ടായ്മയുടെ മേൽ പകരണമേ. ഈ കൊച്ചിക്ക് വേണ്ടി, എറണാകുളത്തിന് വേണ്ടി ദൈവം എഴുന്നേൽപ്പിച്ച ഒരു റിവൈവൽ ചർച്ചാണിത്. കർത്താവേ, അവിടുത്തെ ആത്മാവിനെ അളവ് കൂടാതെ ഇന്ന് പകൽ ഈ കൂട്ടത്തിന്മേൽ പകരണമേ. സഹോദരിമാർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു, സഹോദരന്മാർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു, യൗവനക്കാർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു, ഓൺലൈനിൽ കാണുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ 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 ദൈവാത്മാവിന്റെ ശക്തിയേറിയ പ്രവാഹം ഈ ജനത്തിന്റെ മേൽ ഉണ്ടാകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് തിരുമുഖത്തേക്ക് നോക്കുന്നു. ഈ കൂട്ടായ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ചർച്ചിനെ ലീഡ് ചെയ്യുന്ന എൽഡേഴ്സിനായി, പാസ്റ്റേഴ്സിനായി പ്രാർത്ഥിക്കുന്നു. ബഹുമാന്യരായ സഹോദരിമാർക്കും സഹോദരന്മാർക്കും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൂരെ ഇരുന്ന് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾ കേരളത്തിലുള്ള സഭകളെല്ലാം ആത്മനിറവിൻ്റെ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് ഒന്ന് കയറാൻ അവിടുന്ന് കരുണ ചെയ്യണമേ, കരുണ ചെയ്യണമേ, കരുണ ചെയ്യണമേ. അതിന് തടസ്സമായിട്ടുള്ളതിനെല്ലാം കർത്താവ് ബ്രേക്ക് ചെയ്യണമേ, ബ്രേക്ക് ചെയ്യണമേ, ബ്രേക്ക് ചെയ്യണമേ. ഇന്ന് പകലിൽ മതിലുകൾ ഇടിയട്ടെ, ഇന്ന് രാവിലെ കോട്ടകൾ തകരട്ടെ, അഭിഷേകത്തിൻ്റെ കവിഞ്ഞൊഴുക്ക് സഭയിൽ ഉണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. ഓ ഹല്ലേലൂയ, ആമേൻ. സഭകൾ സമൂഹത്തെ സ്വാധീനിക്കും, സഭകൾ സമൂഹത്തെ സ്വാധീനിക്കും, അത് ഉറപ്പാണ്. ഇത് കഴിഞ്ഞ കാലങ്ങളിൽ വേണ്ടതുപോലെ സംഭവിച്ചിട്ടില്ല.
വരുന്ന ദിവസങ്ങളിൽ അത് സംഭവിക്കാൻ പോവുകയാണ്. സഭകൾ സമൂഹത്തെ സ്വാധീനിക്കും, സഭകൾ രാഷ്ട്രത്തെ സ്വാധീനിക്കും, സഭകൾ ഭരണകർത്താക്കളെ സ്വാധീനിക്കും. ഫെയ്ത്ത് സിറ്റി ചർച്ചിനെ കുറിച്ച് ദൈവം ഉദ്ദേശിക്കുന്നത് എറണാകുളം പട്ടണത്തെ കൺട്രോൾ ചെയ്യുന്ന ഒരു പവർ സ്റ്റേഷനായി ഈ സഭ മാറും. ഈ പട്ടണത്തിൽ എന്ത് നടക്കണം എന്ന് തീരുമാനിക്കുന്നത് ഈ സഭയാണ്. ഈ പട്ടണത്തിൽ എന്ത് നടക്കരുത് എന്ന് തീരുമാനിക്കുന്നത് ഈ സഭയാണ്. $25,000 കോടി മയക്കുമരുന്ന കൊച്ചിയിൽ പിടിച്ചത്. മയക്കുമരുന്നിന്റെ ഹബ്ബാണിത്. മയക്കുമരുന്നിന്റെ ഹബ്ബാണ് എറണാകുളം. ചെറുപ്പക്കാരെ മുഴുവനും വഴിതെറ്റിക്കാനുള്ള ചരക്കുകൾ ഇവിടുന്നാ പോണത്. ഇവിടെ ദൈവസഭ എഴുന്നേറ്റാൽ ഈ കേരളത്തെ മുഴുവനും സ്വാധീനിക്കുന്ന ഒരു തലമുറ ഇവിടെ എഴുന്നേൽക്കും. ആള് മാറിയതുപോലെ ഈ പകലിൽ ചിലരുടെ മേൽ ദൈവശക്തി ഒരു കാറ്റുപോലെ അടിച്ചിറങ്ങട്ടെ. നിറയട്ടെ, നിറഞ്ഞു കവിയട്ടെ, നിറഞ്ഞു കവിയട്ടെ. ജീവജലത്തിന് നദികൾ ഒഴുകട്ടെ, ഒഴുകട്ടെ. ഈ ആരാധന ഇവിടെ നടക്കുമ്പോൾ തന്നെ ഈ പട്ടണത്തിന്റെ മേലുള്ള ആധിപത്യത്തിന്റെ മേൽ ദൈവസഭ അധികാരം ഉപയോഗിക്കുന്നു. ഈ പട്ടണത്തെ സ്വാധീനിക്കുന്ന ഇരുട്ടിന്റെ ശക്തിയുടെ മേൽ ഞങ്ങൾ സഭയായി അധികാരം ഉപയോഗിക്കുന്നു. ഓരോ ഗ്രൂപ്പ് ലീഡേഴ്സും ശക്തരാകട്ടെ, ഓരോ സെൽ പാസ്റ്റേഴ്സും ഇരട്ടി ശക്തന്മാരാകട്ടെ, ഓരോ പ്രയർ സെല്ലുകളും അനേകരെ സ്വാധീനിക്കട്ടെ, ഓരോ കുടുംബങ്ങളും സ്വാധീനിക്കട്ടെ.